നമുക്ക് വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് ഒരു വാക്കുകൂടെ വചനജടമായി തീർന്ന കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിറഞ്ഞ പിതാവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതേ കർത്താവ്, ഞങ്ങൾ പാടിയതുപോലെ ആനന്ദമേ, പരമാനന്ദമേ, താതന്റെ സന്നിധി ആനന്ദമേ. കർത്താവ്, ഞങ്ങളുടെ പിതാവിന്റെ സന്നിധി, ഈ സകലത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഞങ്ങളുടെ സ്വന്തം പപ്പയാണല്ലോ, ഞങ്ങളുടെ സ്വന്തം അച്ഛനാണല്ലോ. ഞങ്ങളുടെ സ്വർഗീയ അപ്പച്ചനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. എത്ര വലിയൊരു ഭാഗ്യപദവി, അവിടുത്തെ സന്നിധിയിലുള്ള ആനന്ദത്തിന്റെ പരിപൂർണത. അതെ കർത്താവേ, അത് ഈ ലോകത്തിൽ വേറെ എവിടെയും കിട്ടുകയില്ലല്ലോ കർത്താവേ, ഈ പ്രപഞ്ചത്തിൽ വേറെ എവിടെയും കിട്ടത്തില്ലല്ലോ. അവിടുത്തെ സന്നിധിയിൽ കർത്താവേ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുമ്പോൾ അത് എത്ര അധികം ആനന്ദമാണ്. ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. നന്ദി കർത്താവേ. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കാനായിട്ട് എപ്പോഴും വെമ്പുന്ന ഹൃദയമായിട്ടിരിക്കുന്ന അവിടുത്തെ പിതാവിന്റെ ഹൃദയത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. നന്ദി യേശുവേ, നന്ദി. വചനമായിട്ട് അവിടുന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന് പാർത്തുവല്ലോ. ഞങ്ങൾക്ക് അങ്ങേ കാണണം. കൃപ നിറഞ്ഞവനായിട്ട്, സത്യം നിറഞ്ഞവനായിട്ട്, ആ പിതാവിന്റെ ഏകജാതനായവന്റെ തേജസ്സായിട്ട് യേശുവിനെ കണ്ട് രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ വചനമാകുന്ന കണ്ണാടിയിൽ ആ യേശുവിന്റെ തേജസ്സിനെ കണ്ട് അതേ സ്വരൂപത്തിലേക്ക് രൂപാന്തരപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അതേ കർത്താവ്, ആ തേജസ്സിന്റെ നിത്യഘനം അത് കർത്താവ് ഞങ്ങളിലേക്ക് ഒന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ കർത്താവേ, നമ്മുടെ നേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവേ, ഞങ്ങളെ കുറഞ്ഞ് ഞങ്ങളില്ലാതായി യേശുവിനെ മാത്രം മറ്റുള്ളവർ കാണുവാൻ തക്കവണ്ണം, യേശു മാത്രം നിറഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണം. അതെ കർത്താവേ, യേശുവിനെ മറയ്ക്കുന്നവരായിട്ടല്ല, യേശുവിനെ വെളിപ്പെടുത്തുന്നവരായിട്ട് കർത്താവേ, ആ ജഡമാകുന്ന തിരശീല വർദ്ധമാനമായിട്ട് ഓരോ സമയത്തും ചിന്തിക്കൊണ്ടേ ഇരിക്കപ്പെടുന്നവരായിട്ട് കർത്താവേ, അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് ജീവജലത്തിന്റെ നദിക്ക് അനുർഗണം ഒരു തടസ്സമില്ലാതെ കർത്താവെ ഞങ്ങളിലൂടെ പ്രവഹിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. യേശുവിന്റെ തേജസ് മാത്രം നിറയട്ടെ. അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അവിടെ ഞങ്ങളോട് സംസാരിച്ചാട്ടെ. എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. നമ്മള് കഴിഞ്ഞ ആഴ്ച നമ്മളെ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വരെ, 4-ാമത്തെ വാക്യം തന്നെ നമ്മൾ ആഴ്ചകളിൽ ചിന്തിച്ചു. കർത്താവിന്റെ കൂടെ വാഴുന്ന കാര്യമൊക്കെ, കർത്താവിന്റെ കൂടെ വാഴുന്ന അത് ഇന്ന് വാഴുന്നവർക്ക് അന്നും വാഴാനൊക്കെയുള്ളൂ. അപ്പോ ഇന്ന് വരെ നമ്മൾ കർത്താവിന്റെ കൂടെ വാഴുന്നവരാണോ, അതോ പല സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ, പല വിധത്തിലുള്ള സാഹചര്യങ്ങളും വ്യക്തികളെയൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പം നമ്മൾ അതിനങ്ങ് കീഴ്പ്പെട്ട് അതിലങ്ങ് വശംവദരായി നമ്മളങ്ങ് ആ സാഹചര്യങ്ങളും വ്യക്തികളും നമ്മളെ വാഴുന്ന അതപ്പതിച്ച അവസ്ഥയിലാണോ നമ്മളുള്ളത്? അത് നമ്മൾ അതിനെല്ലാം മീതെ, വെള്ളത്തിന്റെ മീതെ നടന്ന കർത്താവിനെ പോലെ വെള്ളത്തിന്റെ മീതെ നടന്നു. ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അത് ഈ ലോക വ്യവസ്ഥയെ സൂചിപ്പിക്കുന്നതാണെന്ന്. ഇതേ വെളിപാട് പുസ്തകം 17:15 ഈ വെള്ളം അത് ലോക വ്യവസ്ഥയെ, ജാതികളെ, ഭാഷകളെ, വംശങ്ങളെ എന്നവിടെ വെളിപാട് 17:15 വാക്യത്തില് വെളിപാട് 17 അല്ലല്ലോ, സോറി, 19 വെളിപാട് നോക്കട്ടെ, 17:15 അതെ, വെളിപാട് 17:15 വെളിപാട് 17:15 നീ കണ്ടതും വേശ്യ ബാബിലോണാകുന്ന, വ്യാജസഭയാകുന്ന, വ്യാജക്രിസ്തീയതയാകുന്ന ആ വേശിയിരിക്കുന്നതുമായ വെള്ള വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. അതായത് ആ നേഷൻസ്, മൾട്ടിറ്റ്യൂഡ്സ്, പീപ്പിൾസ്, ടങ്സ്, അതായത് ഈ ലോകവ്യവസ്ഥ, അതാണ് ഈ വെള്ളത്തെ സൂചിപ്പിക്കുന്ന കാര്യം. അതിന്റെ മേലെയാ കർത്താവ് നടന്നേ. ഈ ലോകം തരുന്ന ഒരു വെള്ളത്തെ കുറിച്ച് കർത്താവ് തന്നെ ശമരിയ സ്ത്രീയോട് യോഹന്നാൻ 4:13-14 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 4:13 ഈ ലോകം തരുന്ന ഒരു വെള്ളമുണ്ട്. ലോകം തരുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ കൺമോഹൻ, ജഡമോഹൻ, ജീവനത്തിന്റെ പ്രതാപമെന്ന് 1 യോഹന്നാൻ 2:16 നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് പണം, മനുഷ്യമാനം, ജഡിക സുഖങ്ങൾ, മണി ഓൺ എ പ്ലഷേഴ്സ് എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. MSP, മണി ഓൺ എ പ്ലഷേഴ്സ്. MSP എന്നുള്ളത് ഒന്നുകിൽ മോസ്റ്റ് ഹോളി പ്ലേസ് എന്ന് അത് അബ്രിവേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ മണി ഓൺ എ പ്ലഷേഴ്സ്. ഈ മണി ഓൺ എ പ്ലഷേഴ്സിനെ അതിജീവിക്കുന്നവർക്കാണ് മോസ്റ്റ് ഹോളി പ്ലേസില് കർത്താവിന്റെ കൂടെ ആയിരിക്കാൻ ഒക്കുന്നത്. അപ്പോ ഈ ലോകം തരുന്ന ആ വെള്ളത്തേക്ക് അതിന്റെ മീതെ കർത്താവ് നടന്നതുപോലെ ശരിയാണ്. നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ നമുക്ക് ശാരീരികമായിട്ടുള്ള ക്ഷീണങ്ങളോ, കഷ്ടങ്ങളോ, പ്രയാസങ്ങളോ, വേറെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ആത്മാവില് നമ്മുടെ ആത്മമനുഷ്യനെ അതൊന്നും അഫക്റ്റ് ചെയ്യാതെ വണ്ണം അതിന് മേലെ വാഴുന്നവരായിട്ട് നമ്മളുടെ സന്തോഷം ആർക്കും എടുത്തു കളയാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മളവിടെ
യോഹന്നാൻ 16-ാം അധ്യായത്തില് കർത്താവ് പറയുന്നുണ്ട്. അതാ യഥാർത്ഥത്തിൽ വാഴുന്ന ഒരു ജീവിതം. അപ്പം ക്രിസ്തുവിനോടുകൂടി സഹസ്രാബ്ദ വാഴ്ചയിൽ അനേകര് വാഴു എന്ന് നമ്മൾ വെളിപാട് 20:4 വായിക്കുമ്പം ആ ഒരു ആരാ വാഴുന്നേ? ആ എടുത്തു കളയാൻ പറ്റാത്ത സന്തോഷമുള്ളവരാണ് വാഴുന്നത്. എടുത്തു കളയാൻ പറ്റാത്ത സന്തോഷം ആർക്കാ ഉള്ളതെന്ന് ചോദിച്ചാൽ അവിടെ യോഹന്നാൻ 16-ാം അധ്യായത്തിൽ നമ്മളത് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. എപ്പോഴും എടുത്തു കളയാൻ പറ്റാത്ത സന്തോഷം നമുക്ക് ഉണ്ടാവുന്നേ. നമുക്ക് 10 കോടി രൂപ ലോട്ടറി അടിക്കുമ്പോൾ എടുത്തു കളയാൻ പറ്റാത്ത സന്തോഷം ഉണ്ടാവും. 10 കോടി രൂപ ലോട്ടറി അടിച്ചാൽ പിന്നെ ഉള്ള സന്തോഷം കൂടെ പോകും. എന്താന്ന് വെച്ചാല് പിന്നെ കള്ളന്മാരൊക്കെ നമുക്ക് പിന്നാലെ ആയിരിക്കും. പിന്നെ അനേകര് നമ്മളെ സോപ്പിടാൻ വരും. പിന്നെ എത്ര ടാക്സ് കൊടുക്കണം, അയ്യോ അത്രയും ടാക്സിന് പോകുമല്ലോ, പിന്നെ അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അതിന് ഇതെല്ലാം കൂടെ എങ്ങനെ സൂക്ഷിക്കണം, എവിടെ കൊണ്ട് വെക്കും, ഇതെല്ലാം കൂടെ പല തലവേദനയായിരിക്കും. ഉള്ള സമാധാനം കൂടെ പോകും. ശത്രുക്കളൊക്കെ മിത്രങ്ങളാവും. ഇങ്ങനെ മിത്രങ്ങളൊക്കെ ശത്രുക്കളാവും. അങ്ങനെയൊക്കെ പലതരത്തിലുള്ള പ്രയാസമായിരിക്കും. അപ്പം ഈ നമുക്ക് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത സന്തോഷം എപ്പോഴാണ് ഉണ്ടാകുന്നത്? അത് നമ്മൾ യോഹന്നാൻ 16-ാം അധ്യായത്തില് അത് അതിന്റെ 22-ാമത്തെ വാക്യത്തില് അങ്ങനെ കർത്താവ് ആ ഒരു ഫ്രേസ്, ആ ഒരു ക്ലോസ് പറഞ്ഞിട്ടുള്ളത്. ക്ലോസ് എന്ന് പറയുമ്പം ഫ്രേസും ക്ലോസും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമ്മളുടെ ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ പഠിക്കുന്നത്. ക്ലോസ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സബ്ജക്റ്റും വേർബും കൂടെ ഉണ്ട്. അപ്പം അത് ഞാൻ ക്ലോസ് എന്ന് പറഞ്ഞു. അപ്പം യോഹന്നാൻ 16-ന്റെ 23 ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു. 22 ഞാൻ വായിക്കുവാണ്. 22 വായിച്ചിട്ട് അതായത് അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും, അതായത് കർത്താവ് പിരിഞ്ഞു പോകാൻ നേരത്ത് തലേദിവസം രാത്രിയിൽ പറയുമോ, ഇപ്പൊ നിങ്ങൾക്ക് ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെ നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. അത് ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ അന്ന്. അത് അന്നെന്ന് പറഞ്ഞാൽ ഞാനല്ലേ പറഞ്ഞു, കർത്താവ് പറഞ്ഞു. അതിന്റെ തൊട്ടടുത്ത വാക്യത്തില് അന്ന് 23-ാമത്തെ വാക്യത്തിൽ അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. അപ്പം കർത്താവിനെ അവര് വീണ്ടും, നമ്മളിപ്പം യോഹന്നാൻ സുവിശേഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും കർത്താവ് പുനരുദ്ധാനം ചെയ്തതിനു ശേഷം അവരെ കാണുന്നുണ്ട്. യോഹന്നാൻ 20-ാം അധ്യായത്തിൽ നമ്മളത് കഴിഞ്ഞ ആഴ്ച വായിച്ചതേ ഉള്ളൂ. എന്നാൽ അവർ അടച്ചിടപ്പെട്ട റൂമിലേക്ക് ആയിരുന്നു കർത്താവിനെ കണ്ടു, അവർ സന്തോഷിച്ചു. കുറച്ച് കഴിയുമ്പം അടുത്ത ആഴ്ച 8 ദിവസം കഴിഞ്ഞ് പിന്നെ അവർ അടച്ചിട്ട റൂമിൽ തന്നെ ആയിരുന്നു, എല്ലാവരും പേടിച്ചുകൊണ്ട്. അവരുടെ സന്തോഷം എടുത്തു കളയാൻ പറ്റാത്ത സന്തോഷം ആയി തീർന്നില്ല. അപ്പൊ ആ ദിവസത്തെ കുറിച്ചല്ല പറഞ്ഞത്. അന്ന് എന്ന് പറയുമ്പോൾ ഇത് എന്നാന്ന് ചോദിച്ചാൽ ഇതേ കർത്താവിന്റെ ഇതേ സംഭാഷണം, ഇതൊരു ദീർഘ സംഭാഷണമാണല്ലോ. ആ യോഹന്നാൻ 14-ാം അധ്യായത്തില് കർത്താവ് അന്ന് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെയും കാണാൻ ഒക്കും. ഇവിടെ 20-ാമത്തെ വാക്കിൽ യോഹന്നാൻ 14-20 ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നറിയും അന്നറിയും എന്ന്. ഈ കർത്താവ് അന്ന് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്നാന്ന് പറയുന്നത് കർത്താവ് എന്ന് പറഞ്ഞാൽ, കർത്താവ് പറയുന്നത് ഓൾറെഡി പറഞ്ഞല്ലോ, അതിന്റെ തൊട്ട് മുമ്പല്ലേ പറഞ്ഞത്. എന്താ പറഞ്ഞേ? അതിന്റെ തൊട്ട് ഇപ്പൊ യോഹന്നാൻ അന്നെന്ന് പറഞ്ഞ ഫ്രേസ് നമ്മൾ യോഹന്നാൻ 16-ന്റെ 23 കണ്ടു. അതേപോലെ കർത്താവ് അന്നെന്നൊരു ഡയലോഗ് അടിച്ചത് എവിടെ? യോഹന്നാൻ 14-ന്റെ 20 കണ്ടു. അപ്പൊ എന്താ ഈ അന്ന് എന്ന് പറഞ്ഞ എന്നാന്ന് പറ, ഡേറ്റ് പറ എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്നത് അന്ന് എന്ന്. അതിന് തൊട്ട് മുമ്പ് 16-ാമത്തെ വാക്യത്തില് അത് തന്നെയുമല്ല എന്നാൽ എന്നുള്ള ആ വാക്ക്, ആ പരിഭാഷ അത്ര കറക്റ്റ് അല്ല. കായ് എന്നുള്ള ആ വാക്കിന് അത് തന്നെയുമല്ല, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്നും മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും അന്ന്. അതായത് പരിശുദ്ധാത്മാവിനെ എന്നേക്കും നിങ്ങളുടെ ഉള്ളിലായിരിക്കും. ഇപ്പം പരിശുദ്ധാത്മ നിങ്ങളുടെ കൂടെ വസിക്കുകയാണ്. 17-ാമത്തെ വാക്യത്തിന് അവസാനം അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും, അതായത് പരിശുദ്ധാത്മാവ് സഹായം നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കാൻ പോവുകയും ചെയ്യുന്ന ഈസ് വിത്ത് യു ആൻഡ് വിൽ ബി ഇൻ യു. ആ വിൽ ബി ഇൻ യു ആകുന്ന ആ അന്ന്, വിൽ ബി ഇൻ യു എന്നാകുന്നതെന്ന് ചോദിച്ചാൽ പെന്തക്കോസ്ത് നാളിലാണ് യഥാർത്ഥത്തില് അവരുടെ മേല് അതിനു മുമ്പ് കർത്താവ് പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ ഊതുന്നതായിട്ടൊക്കെ യോഹന്നാൻ 20 വായിക്കുന്നുണ്ട്. എന്നാൽ ഊതിയിട്ടൊന്നും അത്ര ഒന്നും കാര്യമില്ല. എന്ന് വെച്ചാല് യഥാർത്ഥത്തില് യേശു അങ്ങ് പിതാവിന്റെ സന്നിധിയിലേക്ക് കയറിപ്പോയില്ല. പിതാവിന്റെ സന്നിധിയിലേക്ക് കർത്താവ് കയറിപ്പോയി തേജസ്കരിക്കപ്പെട്ടു. ആ തേജസ്കരണത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്നു കഴിയുമ്പോഴേ ഇത്തരുണത്തിൽ പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകപ്പെടുകയുള്ളൂ. ഇത്തരുണത്തിലെ യോഹന്നാൻ 7-ന്റെ ഇതേ യോഹന്നാന്റെ സുവിശേഷം 7-39 പറയുന്നേ എന്താ? അതുവരെ പരിശുദ്ധാത്മാവിനെ നൽകിയിരുന്നില്ല. ഏത് വിധത്തില്? യോഹന്നാൻ 7-39 വാക്യത്തില് എന്താ നമ്മൾ വായിക്കുന്നേ? അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു.
അപ്പൊ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ഈ പഴയ നിയമത്തിലൊക്കെ ആത്മാവിനെ കുറിച്ചല്ലേ പരിശുദ്ധാത്മാവ് ശിംശോന്റെ മേൽ വന്നു, ശമൂല് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ശമൂലിന്റെ മേല്, ശൗലിന്റെ മേല്, ദാവീദിന്റെ മേലും ഒക്കെ ശൗല് വേറൊരു മനുഷ്യനായി തീർന്ന കാര്യമൊക്കെ നമ്മൾ 1 ശമൂവേൽ 9:10-6 ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചതിലേ ഉള്ളൂ. അപ്പം പഴയ നിയമത്തിലൊക്കെ അവരുടെ മേല് വന്നു. എന്നാ അതിന് തൊട്ട് മുമ്പ് പറയുന്ന വിധം അന്ന് വന്നില്ലായിരുന്നു. അതിന്റെ 38, യോഹന്നാൻ 7:38 വായിക്കുവാണെങ്കിൽ, എന്നിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. ആ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ജീവജല നദികളായിട്ട് ഒഴുകുന്ന ആ തരത്തില് പരിശുദ്ധാത്മാവ് അതുവരെ വന്നിട്ടില്ലായിരുന്നു. എപ്പോഴേ വരത്തുള്ളൂ? കർത്താവ് തേജസ്കരിക്കപ്പെട്ടതിന് ശേഷം. കർത്താവ് ഉയർത്തെഴുന്നേറ്റും കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് തന്റെ രക്തവുമായിട്ട് മഹാപുരോഹിതൻ മഹാപാപപ്രായശ്ചിത്ത ദിവസത്തില് ആണ്ടിലൊരിക്കല് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് തന്റെയും തന്റെ കുടുംബത്തിന്റെയും തന്റെ ഇസ്രായേൽ മക്കളുടെ എല്ലാം അകൃത്യങ്ങൾക്കായിട്ടുള്ള രക്തവുമായിട്ട് അന്ന് മഹാപാപപ്രായശ്ചിത്ത നാളില് ഒരിക്കലായിട്ട് പിതാവ് അതിവിശുദ്ധ സ്ഥലത്തും മഹാപുരോഹിതൻ കയറി ചെല്ലുന്നത് പോലെ യേശു കർത്താവ് മെൽക്കിസേദെക്കിന് ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായിട്ടുള്ള കർത്താവ്, എബ്രായർ 7-ാം അധ്യായത്തിൽ അതാണ് നമ്മൾ വായിക്കുന്നത്. മെൽക്കിസേദെക്കിന് ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായിട്ടുള്ള കർത്താവ് ആ അതിപരിശുദ്ധ സ്ഥലമാകുന്ന സ്വർഗത്തിലേക്ക് സ്വന്തം രക്തവുമായിട്ട് കടന്നു ചെന്ന് അതിനുശേഷം അങ്ങനെ തേജസ്കരിക്കപ്പെട്ടതിന് ശേഷമാണ് പെന്തക്കോസ്ത് നാളില് പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലേക്ക് അതിശക്തമായിട്ട് പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലേക്ക് വന്ന് നിറയപ്പെട്ടത്. അന്ന് എന്താ നമ്മളിപ്പോ വായിച്ച് യോഹന്നാൻ 16:22 അന്ന് നിങ്ങളുടെ സന്തോഷവാർത്ത എടുത്തു കളയാൻ സാധിക്കില്ല. അതാ കർത്താവിൽ വാഴുന്നവരെ കുറിച്ച് പറയുന്നത്. ഞാൻ വെളിപാട് 20:4 കർത്താവിന്റെ കൂടെ വാഴുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആർക്കും വാഴാൻ സാധിക്കുന്ന പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാലെ യഥാർത്ഥത്തിൽ നിറയപ്പെടുന്നവർക്ക് മാത്രമേ വാഴാൻ പറ്റത്തുള്ളൂ. അതാണ് ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ ചുരുക്കം. അത് ഞാൻ കുറച്ചൊന്ന് ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞത്. ഇനിയിപ്പോ അത് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിലും ക്രമപ്രകാരം എന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പോ ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇത്രയെങ്കിലും മനസ്സിലാക്കി വരും. ഇത്രയും ഉള്ളു പറഞ്ഞത്. ഇത്രയും നേരം കൊണ്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിന് നിറവുള്ളവർക്ക് കർത്താവിന് കൂടെ വാഴാൻ പറ്റത്തുള്ളൂ. അത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാല് അന്ന് പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളത്തിൽ നിന്ന് ജീവജല നദികളായിട്ട് ഒഴുകുന്ന നമ്മുടെ ഉള്ളത്തില് വന്ന് നിറഞ്ഞ് അന്ന് ആ ദിവസം അപ്പോഴാണ് നമ്മൾ സന്തോഷം ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ബാക്കി സാഹചര്യങ്ങളോ വ്യക്തികളോ കാര്യങ്ങളോ എന്തൊക്കെ സംഭവിച്ചാലും പരിശുദ്ധാത്മ നമ്മളിൽ ഒരിക്കലായിട്ട് നിറഞ്ഞു എന്നുള്ളതല്ല, നിറയപ്പെട്ടുകൊണ്ടേയിരുന്നാൽ നമ്മളുടെ ഏത് സാഹചര്യത്തിലും നമ്മളൊരു വട്ടപൂജ്യമായിട്ട് 0 ആയിട്ട് നമ്മളിതിനെ താഴ്ത്തിക്കൊണ്ടേയിരിക്കുവാണെങ്കിൽ പരിശുദ്ധാത്മ നമ്മളിലൊന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും മീതെ വാഴുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അപ്പൊ ആ ഒരു കാര്യം അതാ നമ്മളെ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ കർത്താവിനോട് വാഴുന്നവരെ കുറിച്ചൊക്കെ വായിച്ച് അവര് വളരെ ഉപദ്രവവും പീഡനങ്ങളും കഷ്ടങ്ങളും ഒക്കെ തലയൊക്കെ പോയി എങ്കിലും അതുകൊണ്ട് അവർ മടുത്തുപോയില്ല. ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ ഈ റെവലേഷൻ ബൈബിൾ മെസ്സേജ് കർത്താവിന് വേണ്ടി വചനത്തിന് വേണ്ടി പീഡയേറ്റ് കർത്താവിനോട് കൂടി വാഴുന്നവർ എന്നുള്ള ഇതിനെ ഞാനൊരു തമ്മിലായിട്ട് എന്തെങ്കിലും ഒരു പിക്ചർ പെർസിക്യൂട്ടഡ് ഫോർ ക്രൈസ്റ്റ് എന്നും പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പം കിട്ടിയ ഇമേജ് ഞാൻ തമ്മിലായിട്ട് ഇട്ടേക്കുന്നത്. അതിനകത്ത് കുറെ ഇമേജ് വന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് ആ ഒരു റോമൻ കൊളോസിയം എന്ന് പറഞ്ഞാൽ അന്ന് റോമൻ ഗവൺമെന്റ് ആയിരുന്നു ഇസ്രായേലിനെ ഭരിച്ചിരുന്നത്. അപ്പം ആ കൊളോസിയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ ഫുട്ബോൾ ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്നത്, ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്ന പോലെ വലിയൊരു ഗ്യാലറി മാതിരി വലിയൊരു ഇടം. നമ്മളുടെ ഞാൻ ഇന്നലെ ഇട്ടതിന്റെ ആ തമ്മിൽ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അല്ലെങ്കിൽ ജസ്റ്റ് പെർസിക്യൂട്ടഡ് ഫോർ ക്രൈസ്റ്റ് എന്നോ മറ്റോ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തതിന് ആ ഇമേജ് വരും, പല ഇമേജസ് വരും, അതിന്റെ കൂട്ടത്തിൽ ആ ഇമേജും വരും. അപ്പൊ അതിനകത്ത് വലിയൊരു ഗ്യാലറി മാതിരി ഒരുപാട് ആളുകൾ ഇരിക്കുക. അവിടെ ഒരു സിംഹം ഗുഹയിൽ നിന്ന് ഇങ്ങനെ സിംഹത്തെ ഇറക്കി വിടുന്ന കാണുന്നുണ്ട്. കുറെ ആൾക്കാർ അതിന്റെ നടുക്ക് പ്രാർത്ഥനയോടെ ധൈര്യത്തോടെ പ്രത്യാശയോടെ, അത് കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ കുറെ പേര് അവരെല്ലാം അവര് ആർക്ക് ഭക്ഷണമാവാൻ പോവാന്ന് വെച്ചാൽ ഈ വരുന്ന സിംഹത്തിന് ഭക്ഷണമാവാൻ പോവുക. അവിടെ ക്രൂശിക്കപ്പെട്ട ഓരോ ആൾക്കാരെ പലരെയും അങ്ങനെ ക്രൂശിക്കപ്പെട്ട് കത്തിച്ചുകൊണ്ടിരിക്കുക. അവര് കർത്താവിനായിട്ടൊരു നിലപാടെടുത്തതുകൊണ്ട് വലിയൊരു പീഡനത്തിലൂടെ വലിയൊരു ഉപദ്രവത്തിലൂടെ കടന്നു പോകുന്നൊരു രംഗമാണ്. അപ്പം സാക് ബേർ നമ്മളത് കേട്ടിട്ടുണ്ടായിരിക്കും. ബേർ
ബ്രദറിന്റെ ലിവിംഗ് റൂമിലോ മറ്റോ ഈ ഒരു പിക്ചർ ബ്രദർ അത് വെച്ചിട്ടുണ്ട്. ബ്രദർ പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്വർഗത്തിലെ നമ്മുടെ ആ സഹോദരി സഹോദരന്മാരാ അവരെല്ലാം, അവരെ നമ്മളെ സ്വർഗത്തിലെ നമ്മളെ കാണുമ്പോ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ഉറുമ്പടി ഏറ്റവും ഉറുമ്പുകടി, നമ്മുടെ വലിയ വലിയ കഷ്ടങ്ങൾ എന്ന് പറയുന്നത് എന്താ, ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ വലിയ ഉറുമ്പുകടിയോ കൊതുകടിയോ പോലുള്ള കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ സിംഹത്തിന്റെ വായിലും അതുപോലുള്ള വലിയ വലിയ മഹോപദ്രവം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ വലിയൊരു ഉപദ്രവങ്ങളിലൂടെ ഒക്കെ കടന്നുപോയ എന്നിട്ടും കർത്താവിന് വേണ്ടി അവർ നിലപാട്, കർത്താവിന് വേണ്ടി നിന്നവരെ കുറിച്ച് അന്ന് നമ്മൾ അവരെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അയ്യോ, നമ്മളുടെ ജീവിതത്തിൽ ഒന്നും ഒരു കഷ്ടവും ഇല്ലാഞ്ഞിട്ട് നമ്മൾ പരാതിയും പെറുവിറുപ്പും ഒക്കെ ആയിട്ട് കർത്താവിനെതിരെ മത്സരിക്കുകയും കർത്താവിനോട് പരാതിയും പെറുവിറുപ്പും ഒക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ശീതോഷ്ണാവസ്ഥയെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കത് അന്ന് ലജ്ജ തോന്നത്തില്ലേ? അപ്പം ആ ഒരു കാര്യം അപ്പം അതൊക്കെ നമ്മളെ ഉത്സാഹിപ്പിക്കട്ടെ. എത്രയോ പേര് കർത്താവിന് വേണ്ടി എത്ര വലിയ വില കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്രയൊന്നും അത്ര വലിയ രക്തസാക്ഷികളാകുവാനുള്ള വലിയൊരു ഭാഗ്യവതിയൊക്കെ നമുക്ക് ദൈവം വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. ചിലപ്പം കാണുമായിരിക്കും. ഈ മഹോപദ്രവവും അവസാന നാളുകളൊക്കെ ഒത്തിരി അടുത്ത് വരുന്നുണ്ട്. എന്നാൽ നമ്മളുടെ ഇപ്പോൾ ഉള്ള ചെറുതും വലുതുമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ കർത്താവിനോട് ചേർന്നിരിപ്പാനും, അഥവാ നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ വീണു പോയാൽ പോലും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് കർത്താവിനോട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പറ്റിച്ചേരാനും അങ്ങനെ കർത്താവിൽ വാഴുന്നവരാകുവാനും ദൈവം നമ്മളെ ഉത്സാഹിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമുക്ക് 5-ാമത്തെയും 6-ാമത്തെയും വാക്യങ്ങൾ, അതായത് വെളിപാട് 20-ാം അധ്യായത്തിന് 5-6 വാക്യങ്ങൾ ഇപ്പം സൈക്കോനമ്പർ എഴുതിയിട്ടുള്ള അന്തിമ വിജയം പുസ്തകത്തിന്റെ അതിന്റെ കറസ്പോണ്ടിങ് പോർഷന് നമുക്ക് അതിന്റെ കോണ്ടെക്സ്റ്റ് അറിയാം. അതായത് കർത്താവ് രണ്ടാമത് വന്നതിന് ശേഷമുള്ള രണ്ടാമത് വന്നതിന് ശേഷം കർത്താവ് 1000 വർഷക്കാലം ഭൂമിയിൽ ഭരണം നടത്തും. ആ ഭരണം നടത്തുന്ന സമയത്തുള്ളൊരു കാര്യമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അപ്പൊ അതിന്റെ 5-ാമത്തെയും 6-ാമത്തെയും വാക്യം കൂടി ഒരുമിച്ച് നമ്മുടെ അന്തിമോചന പുസ്തകത്തിലുള്ളത്. അജിബേർ ഇപ്പൊ അത് ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ജഗബേർ അത് അന്തിമോചന പുസ്തകത്തിലെ കറസ്പോണ്ടിങ് പോർഷൻ, അത് അതിന്റെ എക്സ്പ്ലനേഷൻ ഇപ്പൊ അത് വായിക്കുമല്ലോ. വാക്യം 5:6 മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു എന്ന് യോഹന്നാൻ 5:29 യേശു പറഞ്ഞു. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ഉയർക്കപ്പെട്ടവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. സമാനമായ ഒരു പ്രയോഗം വെളിപ്പാട് 2:11 നാം കാണുന്നു. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ഇവിടെ നാം കാണുന്നത് ജയാളികൾ തങ്ങളുടെ ലോകജീവിതകാലത്ത് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുകയും പാപത്തെയും ലോകത്തെയും ജയിക്കുകയും ചെയ്തവർ മാത്രമാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ഉയർക്കപ്പെടുന്നത് എന്നാണ്. ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും യോഗ്യരായവരെ കുറിച്ച് യേശു പറഞ്ഞു. ലൂക്കോസ് 20:35 ഒന്നാമത്തെ പുനരുത്ഥാനം എല്ലാവർക്കും വേണ്ടിയല്ല എന്ന് യേശുവിന്റെ പ്രസ്താവനയും പഠിപ്പിക്കുന്നു. ചിലർ അത് നേടുവാൻ യോഗ്യരായി കണക്കാക്കപ്പെടും, മറ്റുള്ളവർ അങ്ങനെ ആയിരിക്കുകയില്ല. എല്ലാവരും ഒരു നാളിൽ മരിച്ചവരിൽ നിന്ന് ഉയർക്കപ്പെടും. എന്നാൽ യോഗ്യരായവർ മാത്രമേ ഒന്നാം പുനരുത്ഥാനത്തിൽ ഉയർപ്പിക്കപ്പെടുകയുള്ളൂ. പീഡിപ്പിക്കപ്പെട്ടപ്പോഴും വിശ്വാസം തള്ളിപ്പറയാഞ്ഞ പഴയ വിശുദ്ധന്മാരെ കുറിച്ച് എബ്രായർ 11:35 നാം വായിക്കുന്നു. മൃഗത്തിന്റെ മുദ്ര നെറ്റിയിലോ കയ്യിലോ ഏൽപ്പാൻ അവർ വിസമ്മതിച്ചു. ഒത്തുതീർപ്പുകാരായി തീർന്നുകൊണ്ടുള്ള മോചനം അവർ വേണ്ടെന്ന് വെച്ചു. എന്തുകൊണ്ട്? ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ്, അതായത് ഒന്നാം പുനരുത്ഥാനത്തിലുള്ള പങ്കാളിത്തം പ്രാപിക്കേണ്ടതിന് വേണ്ടി ആയിരുന്നു. ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പും അത്രത്തോളം ഉത്തമമല്ലാത്ത മറ്റൊരു ഉയർത്തെഴുന്നേൽപ്പും ഉണ്ടെന്ന് ഈ ഭാഗവും വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു.
ഈ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് ഈ പഴയ വിശുദ്ധന്മാർ തങ്ങളുടെ വിശ്വാസം തള്ളിക്കളയുവാൻ വിസമ്മതിച്ചത്. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കും ആയും ഉണരും. ദാനിയേൽ 12:2. പ്രത്യുപകാരം ചെയ്യാൻ കഴിവില്ലാത്തവരും ആവശ്യത്തിലിരിക്കുന്നവരുമായ ആളുകളെ ഈ ജീവിതത്തിൽ നാം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്താൽ നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നമുക്ക് പ്രത്യുപകാരം ഉണ്ടാകുമെന്ന് ലൂക്കോസ് 14:14 യേശു പറയുന്നു. തനിക്കും തന്റെ രാജ്യത്തിനും മറ്റുള്ളവർക്കും വേണ്ടി ജയാളികൾ ചെയ്തതെല്ലാം ദൈവം പ്രത്യുപകാരം ചെയ്യുന്ന നാൾ വേഗം വരുന്നു. ഫിലിപ്പിയർ 3:7-11 വരെ പൗലോസ് പറയുന്നത്, എനിക്ക് ലാഭമായിരുന്നത് ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ക്ഷവറം എന്ന് എണ്ണുന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭൂമിയിലുള്ള എല്ലാം ചവറാണ്. എന്തുകൊണ്ടാണ് എല്ലാം ചവറായി പൗലോസ് എണ്ണുന്നത്? ഒരേ ഒരു കാരണം മാത്രം ആണ് ഉള്ളത്. വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നുകൊണ്ട്. പൗലോസ് പറയുന്ന ഈ കാര്യങ്ങളെ ഇങ്ങനെ സംക്ഷേപിക്കാം. ഞാൻ ഒരു ജയാളിയാകാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അറിയുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാതെ തന്നോടുകൂടെ വാഴുവാൻ എനിക്ക് കഴിയുകയില്ലല്ലോ. അതുപോലെ അവിടുത്തെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു നാളിൽ സംഭവിക്കുന്ന മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പുനരുദ്ധാനത്തിൽ എനിക്കും പങ്കാളിയാകണം. കർത്താവ് വരുമ്പോൾ മരിച്ചവർ ഉയർക്കുമ്പോൾ അവർ പുനരുത്ഥാന ശരീരത്തിലാണ് ക്രിസ്തുവിനോടൊപ്പം വാഴുന്നത്. മരിച്ചവരിൽ നിന്ന് നാം ഉയർക്കുമ്പോൾ യേശുവിനുണ്ടായിരുന്ന അതേ പുനരുത്ഥാന ശരീരം തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുക. നമ്മുടെ താഴ്ചയുള്ള നികൃഷ്ടമായ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്ന് ഫിലിപ്പിയർ 3:21 രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ശ്രദ്ധിക്കുക. യേശുവിന്റെ ശരീരത്തിന്റെ കഴിവുകളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. ഭിത്തികൾക്കുള്ളിലൂടെ കടന്നു പോകുവാൻ കഴിയും. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ചെല്ലാൻ സാധിക്കും. ഈ മട്ടിലുള്ള ശരീരമായിരിക്കും നമുക്കും ഉണ്ടായിരിക്കുക. അസ്ഥിയും മാംസവും ഉള്ള രക്തരഹിതമായ ദൃശ്യമായ ഒരു ശരീരമായിരിക്കും അത്. യേശുവിൻ്റെത് പോലെ തന്നെ. ലൂക്കോസ് 24:39. മുമ്പ് കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ വിശുദ്ധന്മാരെ അന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മറുരൂപമലയിൽ വെച്ച് മോശയെയും ഏലിയാവിനെയും പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടി വന്നില്ല. എങ്ങനെയാണ് അവർ മോശയെയും ഏലിയാവിനെയും തിരിച്ചറിഞ്ഞത്? അവരുടെ ചിത്രങ്ങളൊന്നും എങ്ങും മുമ്പ് കണ്ടിട്ടില്ല. എന്നിട്ടും അതിവേഗം തിരിച്ചറിയാൻ കഴിഞ്ഞത് ദൈവരാജ്യത്തിൽ സ്വാഭാവികമായി ആളുകളെ തിരിച്ചറിയാൻ കഴിയും എന്നതിന്റെ തെളിവാണ്. നാം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും ചീത്തയായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും എന്ന് 2 കൊരിന്ത്യർ 5:10 പറയുന്നു.
രക്ഷ പ്രവൃത്തിയാലല്ല, കൃപയാലത്രേ. എന്നാൽ പ്രവൃത്തി ഫലം നമ്മുടെ പ്രവൃത്തിക്ക് എന്നാൽ പ്രതിഫലം നമ്മുടെ പ്രവൃത്തിക്ക് അനുസരിച്ചാണ്. പ്രതിഫലം തന്റെ ന്യായാസനത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാർക്ക് പ്രതിഫലം നൽകും. ഇവിടെ എത്രത്തോളം താഴ്മയിലും തന്നോടുള്ള വിശ്വസ്തയിലും വസിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ പ്രതിഫലം വിഭജനം. ദൈവത്തോടും ക്രിസ്തുവിനോടും നിത്യത മുഴുവൻ കൂടുതൽ അടുപ്പവും കൂട്ടായ്മയും അതായിരിക്കും നൽകപ്പെടുന്ന ഏറ്റവും വലിയ പ്രതിഫലം. ദൈവത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ബഹുമതിയും അവകാശവും ഇതാണെന്ന് അന്ന് നാം കണ്ടെത്തും. സാത്താൻ ബന്ധിക്കപ്പെടുകയും യെരൂശലേമിൽ നിന്ന് യേശു ഭൂമിയെ ഭരിക്കുകയും ചെയ്യുന്നതിനാൽ 1000 വർഷം ലോകത്തെങ്ങും സമാധാനം ഉണ്ടായിരിക്കും. ഇന്നത്തെ പോലെ സഹസ്രാബ്ദവാഴ്ച കാലത്തും ഭൂമിയിൽ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ജനിക്കും. യെശയ്യാവ് 65:20 ശ്രദ്ധിക്കുക. കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരൂ. ഇന്ന് ശൈശവത്തിൽ തന്നെ മരിക്കുന്ന ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ട്. എന്നാൽ സഹസ്രാബ്ദവാഴ്ചയിൽ അങ്ങനെ ആയിരിക്കയില്ല. രോഗമില്ലാത്ത ശാപം ഭാഗികമായി മാറിയ ആ ഭൂമിയിൽ ആളുകൾ 100 കണക്കിന് വർഷങ്ങൾ ജീവിച്ചിരിക്കും. മരണം അപ്പോഴും ഉണ്ടായിരിക്കും എന്നതുകൊണ്ട് ശാപം പൂർണ്ണമായി മാറ്റപ്പെട്ടിട്ടില്ല എന്ന് അനുമാനിക്കാം. അന്ന് യുവജനങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർ 90-ഉം 100-ഉം വയസ്സുള്ളവരായിരിക്കും. ആളുകൾ 900 വർഷം വരെയൊക്കെ ജീവിച്ചിരുന്ന ആദാം മുതൽ നോഹ വരെയുള്ള കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്നതായിരിക്കും ഈ കാലം. സഖറിയാവ് 8:4-5. പക്ഷേ അന്നും ഭൂമിയിൽ മാനസാന്തരപ്പെടാത്ത പാപികൾ ഉണ്ടായിരിക്കും. യെശയ്യാവ് 65:20 വരെ 65:20. വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 5-ാമത്തെ 6-ാമത്തെ വാക്യം നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. 5-ാമത്തെ വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? വെളിപാട് 20:5. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. The rest of the dead did not come to life until the 1000 years were completed. അതായത് കർത്താവ് രണ്ടാമത് വന്നപ്പോ കർത്താവിൽ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് അന്ന് ജീവിച്ചിരിക്കുന്ന വിശ്വാസികളും രൂപാന്തരം പ്രാപിച്ചു. ബാക്കിയുള്ളവര്, അതായത് അവിശ്വാസികളായിട്ട് മരിച്ചവര് ഈ 1000 വർഷക്കാലം അവര് ജീവിച്ചില്ല. അപ്പൊ അന്ന് ജീവിക്കുന്ന അവിശ്വാസികൾ, അന്ന് ഭൂമുഖത്തുള്ള അവിശ്വാസികളുണ്ട്. അന്ന് വലിയ രക്തപ്പുഴ, അർമ്മഗദോൻ യുദ്ധത്തിൽ വലിയ രക്തപ്പുഴയൊക്കെ ഒഴുകുമെന്ന് പറയുമ്പോൾ പോലും അവിടെ ഭൂമുഖത്തുള്ള എല്ലാ വിശ്വാസികളും അങ്ങ് നാശാഘോഷമായില്ല. മറിച്ച് യേശുക്രിസ്തുവിന്റെ സൈന്യത്തിലുള്ള യേശുക്രിസ്തുവിനോടുകൂടെ വലിയ ലോകാധിപതികളും വലിയ സർവ്വ സൈന്യാധിപന്മാരും അതുപോലെ ഇസ്രായേലിനെതിരെ, ദൈവമക്കൾക്കെതിരെ അതുപോലെ മത്സരിച്ച് അർമ്മഗദോൻ യുദ്ധത്തിലെ യേശുക്രിസ്തുവിനോട് കൂടെ ചേർന്നവരൊക്കെ അവരുടെയൊക്കെ വലിയൊരു രക്തപ്പുഴ ഒഴുകും. എന്നാൽ അന്ന്, അതായത് കർത്താവ് വരുന്ന ഏത് തലമുറയിലാണോ, ഏത് കാലഘട്ടത്തിലാണോ അന്ന് ജീവിച്ചിരിക്കുന്ന അവിശ്വാസികളുണ്ട്. ആ അവിശ്വാസികൾ എല്ലാം അന്ന് ഭൂമിയിൽ ഉണ്ടായിരിക്കും. വിശ്വാസികളെല്ലാം രൂപാന്തരപ്പെട്ട പുനരുദ്ധാന ശരീരത്തില് കർത്താവിനോടുകൂടെ വാഴും. ബാക്കിയുള്ള കർത്താവില് അവിശ്വാസികളായിട്ട് മരിച്ചവര് ഈ 1000 വർഷക്കാലം അവരുടെ പുനരുദ്ധാനം അപ്പം സംഭവിച്ചില്ല. അവരുടെ പുനരുദ്ധാനം പിന്നീടാണ് സംഭവിക്കുന്നത്. അത് ഈ 1000 വർഷക്കാലത്തിന് ശേഷമാണ് സംഭവിക്കുന്നത്. അത് നമ്മളിപ്പം ഇതേ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ അതിന്റെ ഈ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ അവരുടെ പുനരുദ്ധാനം ഈ 1000 വർഷക്കാലത്തിന് ശേഷം അവർക്ക് ഉള്ള ന്യായവിധിയെ കുറിച്ച്, ദുഷ്ടന്മാരുടെ ന്യായവിധി അല്ലെങ്കിൽ അവിശ്വാസികളുടെ ന്യായവിധിയെ കുറിച്ച് വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന് 12 നമ്മൾ വായിക്കുന്നു. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. അപ്പൊ അവര് പുനരുദ്ധാനം ചെയ്ത ശരീരത്തോട് പുനരുദ്ധാനം ചെയ്ത് അവര് നിൽക്കുന്നേ, പക്ഷെ അപ്പോഴും അവര്
ആത്മീയമായിട്ട് ജീവനില്ലാത്തവരാ. അതുകൊണ്ട് അവര് അപ്പോഴും മരിച്ചവർ എന്നുള്ള ഒരു ആഡ്ജക്റ്റീവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിശേഷണമാണ് അവരെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമ്മളിപ്പം വെളിപാട് 20 ഇപ്പൊ 5 നമ്മൾ വായിച്ച് മരിച്ചവരിൽ ശേഷമുള്ളവർ പറഞ്ഞാൽ ക്രിസ്തുവിൽ മരിച്ചവരല്ല, പുനരുത്ഥാന ശരീരത്തോടു കൂടി ആയിരിക്കുന്നു. അന്ന് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരും അന്ന് നമ്മളും കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ നമ്മളും പുനരുത്ഥാന ശരീരത്തോടെ ആയിരിക്കും. നമ്മളത് ആദ്യം കർത്താവിനെ മീറ്റ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ നമ്മള് ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെ നമ്മൾ പൊതുവെ പറയുന്ന വാക്യം ഉണ്ടല്ലോ. 1 തെസ്സലോനിയർ 4-ാം അധ്യായത്തിലെ വാക്യങ്ങള് മിക്കവർക്കും അത് പരിചിതമായിരിക്കുമല്ലോ. 1 തെസ്സലോനിയർ 4-ാം അധ്യായത്തില് അതിന്റെ 16-ാമത്തെ അതെ, അതിന്റെ 13 മുതൽ ഞാൻ വായിക്കുക. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്. പ്രത്യാശയില്ലാത്തവരുടെ ഒരു ദുഃഖമുണ്ട്, എന്നാൽ പ്രത്യാശ ഉള്ളവരുടെ ഒരു ദുഃഖമുണ്ട്. അതാ 2 തരത്തിലുള്ളവരുടെ ദുഃഖത്തെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ പ്രത്യാശയില്ലാതെ മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അപ്പോ ഇന്ന് പലപ്പോഴും വിശ്വാസത്തിലുള്ളവരൊക്കെ തന്നെ മരണപ്പെടുമ്പോഴൊക്കെ ഈവൻ കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെടുമ്പോഴും ഒക്കെ മാതാപിതാക്കൾക്കൊക്കെ ഭയങ്കര സങ്കടവും ദുഃഖവും പ്രയാസവും ഒക്കെയാണ്. ഇന്ന് രാവിലെ ഒരു 18 വയസ്സുള്ള ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയും അച്ഛനും ഒക്കെ കൗൺസിലിങ്ങിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവര് വിശ്വാസികളാ. പക്ഷെ ആ അമ്മയ്ക്കാണെങ്കിൽ ആ 18 വയസ്സുള്ള ഒറ്റ മോന മരിച്ചുപോയി. ക്യാൻസർ ഒക്കെ ആയിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ആ ദുഃഖം അടക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ അങ്ങ് കുറച്ച് 3-4 ദിവസം കൊണ്ടേ ആയിട്ടുള്ളൂ മരിച്ചിട്ട്. ശബ്ദങ്ങൾ കേൾക്കുന്നു, അങ്ങ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ പോകുന്നോണൊക്കെ. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ദുഃഖവും പ്രയാസവും നെടുവീർപ്പും, ഉറങ്ങാൻ പറ്റുന്നില്ല, തനിക്കും അങ്ങ് മരിച്ചാലോ എന്നുള്ള ചിന്ത. അപ്പം മോന്റെ കൂടെ പോകാൻ ഒക്കുമോ എന്നൊക്കെ ഉള്ള ഒരു വിശ്വാസികളെങ്കിലും അവർക്ക് ആ ഒരു ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ പ്രിയ സഹോദരിയോട് ഞാൻ ആ കാര്യങ്ങൾ പറയുമായിരുന്നു. അപ്പം മോന് കർത്താവില് 18 വയസ്സുണ്ട്, കർത്താവില് മരിച്ച പയ്യനാ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ഉണ്ടാകുമ്പോൾ പുനരുത്ഥാന ശരീരത്തോടുകൂടി മോനെ ഇത്രയും വേഗം കാണാൻ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കും. പക്ഷെ സിസ്റ്റർ, ഈ അമ്മയായിട്ടുള്ള സഹോദരി മോനെ ഇപ്പം കാണാന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ കാണാൻ ചെയ്താൽ എന്ത് പറ്റും? നരകത്തിലോട്ടായിരിക്കും പോകുന്നേ. അപ്പൊ നിത്യമായിട്ട് പിന്നെ മോനോട് കൂടെ ചേരാൻ പറ്റത്തില്ല. ഇപ്പം മോനെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റവും വലിയ സന്തോഷത്തോടെ, വളരെ ആനന്ദത്തോടെ, സന്തോഷത്തോടെ ആയിരിക്കുന്ന ഒരു സമയമാ. അപ്പോ ഇപ്പൊ നമ്മൾ ദുഃഖിച്ചിരിക്കേണ്ട, ശരിയാ, സ്വാഭാവികമായിട്ടുള്ള ഒരു മനസ്സിലൊരു വേർപാടിന്റെ ദുഃഖവും കാര്യങ്ങളും എല്ലാം കാണും. എങ്കിൽ പോലും കർത്താവ് ആശ്വസിപ്പിക്കും. അപ്പൊ ആത്മഹത്യയോ അല്ലെങ്കിൽ മോന്റെ കൂടെ പോകാൻ വേണ്ടി ഞാനും കൂടെ അങ്ങ് പോയേക്കാം എന്നൊക്കെ വിചാരിക്കുന്നതൊക്കെ പിശാചിന്റെ ചിന്തകളാ. അപ്പം എന്നോട് പറഞ്ഞു, മോനിടയ്ക്ക് പറഞ്ഞായിരുന്നു ഞാൻ മരിച്ച അമ്മയും കൂടെ വരുമെന്ന് എന്നിടയ്ക്ക് മോൻ ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മോൻ്റെ അറിവില്ലായ്മയിൽ മോൻ അത് പറഞ്ഞതാ. മോനിപ്പം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ മോനത് ഒരിക്കലും അങ്ങനെ പറയത്തില്ല. അന്ന് ഭൂമിയിലായിരുന്നപ്പോൾ മോൻ അത്രയും അറിവും പക്വതയും ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ്. ഇപ്പൊ ഞാനില്ലാതെ എന്റെ മോനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇല്ലാതെ മോനെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ കർത്താവ് കൂടെ ഉണ്ട്, കർത്താവിന്റെ സന്നിധിയിലാണ് ഉള്ളത്, അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പിന്നെ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആവാനുള്ള ചെറിയ മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അയച്ചു. അപ്പം ഇന്ന് രാവിലെ ഈ വചനഭാഗം ഞാൻ അവിടെ നമ്മുടെ ഒപ്പിയിൽ തന്നെ പലപ്പോഴും ഈ ഒരു ബൈബിൾ പഠനം കൂടെ ഒക്കെ നടക്കും. പല ഇതുപോലൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ വരുമ്പോൾ വചനങ്ങളൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്ത് അവരെ കൊണ്ടൊക്കെ വായിപ്പിക്കും. സമയമുള്ളതുപോലൊക്കെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പം അത് നമ്മളിവിടെ വായിച്ച് യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും 1 തെസ്സലോനിയർ 4:14 വാക്യം, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരം അവനോടുകൂടി വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം, അതായത് പൗലോസ് പറയും ജീവനോട് ശേഷിക്കുന്നവരായ നാം. ഇപ്പൊ പൗലോസിന്റെ പ്രത്യാശയും പൗലോസിന്റെ ജീവിതകാലത്ത് തന്നെ കർത്താവ് വരുമെന്നായിരുന്നു 1 തെസ്സലോനിയർ എഴുതുന്ന സമയത്ത്. എന്നാൽ 2 തിമോത്തിയോസ് എഴുതുന്ന സമയം ആയപ്പോഴത്തേക്കും തന്നെ 67-ാമത്തെ വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, ഇനി അധികം സമയമില്ല, താൻ ഈ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു പോകത്തില്ല, തന്നെ നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്നൊക്കെ അവിടെ 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലൊക്കെ പൗലോസ് പറയുന്നുണ്ട്. എന്നാൽ 1 തെസ്സലോനിയർ എഴുതുന്ന സമയത്ത് പൗലോസ് എന്താ പറയുന്നേ, ജീവനോട് ശേഷിച്ചിരിക്കുന്നവരായ നാം എന്ന് പറയുമ്പോൾ ഞാനും കർത്താവ് വരുമ്പോൾ അവിടെ പുനരുദ്ധാനം ചെയ്യപ്പെടാനായിട്ട് ജീവനോടെ ഞാനും കാണും എന്നുള്ള ഒരു പ്രത്യാശയായിരുന്നു പൗലോസിനുണ്ടായിരുന്നത്. അതായത് നമ്മളെ
സാധാരണ സൗരങ്ങളൊക്കെ സൈക്ലോറൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അവ ഗോൾ ഇസ് നോട്ട് ദ ഗ്രേവ് ബട്ട് ദ സ്കൈ എന്ന് പറഞ്ഞാല് നമ്മള് ഇങ്ങനെ മരണത്തെ നോക്കിക്കൊണ്ടല്ല ജീവിക്കുന്ന, മറിച്ച് ആകാശത്തിലെ മേഘവാഹനത്തിലെ കർത്താവ് എന്റെ മണവാളൻ വരാൻ ആയിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യാശയോടുകൂടിയാണ് ജീവിക്കുന്നത്. അല്ലാതെ ഇന്ന് മരിക്കും എന്നുള്ള ഒരു ഗ്രേവിനെ നോക്കിക്കൊണ്ട് ശവക്കുഴിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. അപ്പൊ അതാ പൗലോസ് പറയുന്നത്, ജീവനോട് ശേഷിക്കുന്നവരായ നാം എന്നാ പൗലോസ് പറയുന്നത്. നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയല്ല എന്ന് ഞാൻ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. അപ്പം കർത്താവിന് നിദ്ര കൊണ്ടവരാണ് ആദ്യം പുനരുദ്ധാനം പ്രാപിക്കുന്നത്, അതിനുശേഷമാണ് ജീവനോട് ശേഷിക്കുന്നത്. അന്ന് ജീവനോടെ ഇരിക്കുന്ന വിശ്വാസികൾ പുനരുദ്ധാനം പ്രാപിക്കുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞു വന്നതാണ്. എന്നാൽ അന്ന് ജീവിച്ചിരിക്കുന്ന അവിശ്വാസികൾ ആ 1000 വർഷക്കാലം ഭരണത്തിൽ ഉണ്ടായിരിക്കും. എന്നാൽ ഈ 1000 വർഷക്കാലത്തിന് ശേഷമാണ് ആ 1000 വർഷക്കാലം കഴിയുമ്പോഴത്തേക്കും ഈ അവിശ്വാസികളൊക്കെ സാത്താനെ തുറന്നു വിടുമ്പോഴത്തേക്കും സാത്താന്റെ വഞ്ചനയില് പിന്നെ സാത്താന്റെ പിന്നാലെ പോകുന്ന ഒരു വല്ലാത്ത ദുരവസ്ഥയൊക്കെയാണ് നമ്മൾ അവിടെ കാണുന്ന വെളിപാട് 20 നമ്മളത് കാണുന്നുണ്ട്. അതിനുശേഷം അപ്പം ദൈവം അഗ്നി അയച്ച് അവിടെ ഒരു ന്യായവിധി പെട്ടെന്നൊരു യുദ്ധം എന്ന് പറയാൻ തന്നെ ഇല്ല, പെട്ടെന്ന് നൊടിയിടയിലല്ല കാര്യങ്ങൾ കഴിയുന്ന രീതിയിലുള്ള ഒരു സംഭവം, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങുന്ന കാര്യമൊക്കെ നമ്മൾ അവിടെ ഒരുപാട് 20 വായിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, അവര് വലിയ വെള്ളസിംഹാസനത്തിലുള്ള അവിശ്വാസികളുടെ ന്യായവിധി. ആ അവിശ്വാസികളുടെ ന്യായവിധിയുടെ സമയത്ത് ബാക്കി അതുവരെ അവിശ്വാസികളായിട്ട് മരിച്ചവരൊക്കെ പുനരുദ്ധാന ശരീരത്തോടെ ഇത് മുമ്പാകെ കണക്ക് കൊടുക്കാനായിട്ട് നിൽക്കുന്ന ഒരു സമയം വരുന്നത്. അപ്പൊ അതാ നമ്മളിപ്പം നിദ്ര കൊണ്ടവര് ആണ് ആദ്യം, അതായത് കർത്താവിൽ മരിച്ചവരാണ് ആദ്യം പുനരുദ്ധാനം. അതായത് ഇപ്പം കർത്താവ് ഇപ്പൊ രണ്ടാമത് വരുമ്പോൾ കർത്താവിൽ മരിച്ച വിശുദ്ധന്മാരാണ് ആദ്യം പുനരുദ്ധാനം ചെയ്യുന്നത്. അതിന് ശേഷമേ ഉള്ളൂ ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള നാം കണ്ണുവെക്കുന്ന നേരത്തിൽ പുനരുദ്ധാനം ചെയ്യുന്നത്. കണ്ണുവെക്കുന്ന നേരം എന്നൊക്കെ നമ്മൾ 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അതിന്റെ 16-ാമത്തെ വാക്യം 1 തെസ്സലോനിക്കർ 4:16, കർത്താവ് താൻ ഗംഭീരനാദത്തോടും വലിയൊരു ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ വരുന്ന ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ. അപ്പൊ ആദ്യം ചെല്ലുന്നത് കർത്താവിൽ മരിച്ചവരാ, പിന്നീട് ജീവിച്ചിരിക്കുന്ന നമ്മളെ കർത്താവിനെ നമ്മൾ എതിരേൽക്കാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കും, കർത്താവിനോടുകൂടി ഇരിക്കും. ഷെൽ ഓൾവേസ് ബി വിത്ത് ദ ലോർഡ്. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു വചനം നമുക്ക് എസ്പെഷ്യലി പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുന്നവർ, എസ്പെഷ്യലി കുഞ്ഞുങ്ങള് മരിച്ചവര്, കുഞ്ഞുങ്ങളിനിയിപ്പം അവരിനിപ്പം അവിശ്വാസത്തിന്റെ സമയത്ത് മരിച്ചവരാണെങ്കിൽ പോലും കുഞ്ഞുങ്ങളെ അവരുടെ ഒരു ഏജ് ഓഫ് അക്കൗണ്ടബിലിറ്റി, അവരുടെ ഒരു കണക്ക് കൊടുക്കേണ്ടുന്ന ഒരു പ്രായം, അത് എത്രാന്നൊന്നും വചനത്തിൽ ഇവിടെ എഴുതിയിട്ടില്ലെങ്കിൽ പോലും അവരുടെ ഒരു അറിവായ്മയുടെ പ്രായത്തിന് മുമ്പ് മരിക്കുന്ന കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും അവര് മനഃപൂർവ്വമായിട്ട് പാപം ചെയ്തിട്ടില്ലാത്ത വണ്ണം ദൈവം അവരെ അത് കണക്കിട്ട്, ക്രിസ്തുവിന്റെ നീതി അവരുടെ മേലെ കണക്കിട്ട് അവരും തീർച്ചയായിട്ടും കർത്താവിന്റെ സന്നിധിയില് പുനരുദ്ധാനത്തിൽ അവരും കാണും. കുഞ്ഞുങ്ങള് അബോർഷനായി പോകുന്ന കുഞ്ഞുങ്ങളുടെ ആത്മാക്കളും എല്ലാം അങ്ങനെയൊക്കെയുള്ള, അതുപോലെ ബുദ്ധിമാന്യമുള്ളവര്, അവര് ബോധപൂർവം അവർക്ക് കർത്താവിനെ ഏറ്റെടുക്കാൻ തക്കവണ്ണമുള്ള ഒരു ഭൗതിക നിലവാരം ഇല്ലാത്ത അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും കർത്താവിന്റെ വരവെങ്കിൽ അവരെല്ലാം പുനരുദ്ധാന ശരീരത്തോടുകൂടെ കാണും. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാ അതൊക്കെ നമുക്ക് ഒത്തിരി പ്രത്യാശയും സന്തോഷവും ആശ്വാസവും ഒക്കെ നൽകുന്ന കാര്യങ്ങളാണ്. അപ്പം അത് നമ്മളിപ്പം വായിച്ച് നമ്മൾ തിരിച്ച് വെളിപാട് 20-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ മരിച്ചവര് ശേഷമുള്ളവർ, അതായത് അവിശ്വാസികളായിട്ട് മരിച്ചുള്ളവർ 1000 ആണ്ട് കഴിയുമ്പോഴും അവര് പുനരുദ്ധാന ശരീരത്തോടെ വന്നില്ല. ഇത് 1-ാമത്തെ പുനരുദ്ധാനം. അപ്പൊ ആ കർത്താവ് 2-ാമത് വരുമ്പോ കർത്താവിൽ മരിച്ചവർ ആദ്യം പുനരുദ്ധാനം പ്രാപിക്കുന്നു, ജീവിച്ചിരിക്കുന്ന നമ്മളും പുനരുദ്ധാനം പ്രാപിക്കുന്നു. അതാണ് 1-ാമത്തെ പുനരുദ്ധാനം. ആ 1-ാമത്തെ പുനരുദ്ധാനത്തില് പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. 2-ാമത്തെ പുനരുദ്ധാനം എപ്പോഴാണ്? ഈ 1000 ആണ്ടിന് ശേഷം അവിശ്വാസികളുടെ പുനരുദ്ധാനം. അത് 2-ാമത്തെ പുനരുദ്ധാനമാ. അത് ഭാഗ്യമുള്ള പുനരുദ്ധാനമല്ല. എന്താ വെച്ചാൽ അവരെ നിത്യന്യായവിധിയിലേക്ക് അയക്കുന്ന ഒരു പുനരുദ്ധാനം. അത് അവരും പുനരുദ്ധാനത്തോടെ വരും, പക്ഷെ എന്നേക്കുമായിട്ടുള്ള നരകശിക്ഷാവിധിയിലേക്ക്, ലേക്ക് ഓഫ് ഫയറിലേക്ക്, അഗ്നിപൊയ്കയിലേക്ക് അവര് തള്ളപ്പെടുന്ന ഒരു രംഗമായിരിക്കും അവിടെ കാണാൻ പോകുന്നത്. അപ്പം 1-ാമത്തെ പുനരുദ്ധാനം, അതിനെക്കുറിച്ചുള്ള പല വാക്യങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ അന്തിമവചന പുസ്തകത്തിൽ വായിച്ച വാക്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പം ആ 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അപ്പം എങ്ങനെയെങ്കിലും ഉള്ളവന് 1-ാമത്തെ പുനരുദ്ധാനത്തില് പങ്കാളികളാകാൻ ഒക്കൂ. ഇത് വിശുദ്ധിയോടെ എന്ന് പറയുമ്പോൾ എന്താ,
ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് ലോകത്തിൽ നിന്നുള്ളൊരു വേർപാട് ഉള്ളവനാണ് വിശുദ്ധം എന്നുള്ള ആ വാക്ക് തന്നെ അതിന്റെ ഹീബ്രുവിലും ഗ്രീക്കിലും ഒക്കെ ഉള്ള റൂട്ട് മീനിങ് തന്നെ എന്താ? സെറ്റ് അപ്പാർട്ട് എന്നാണ്. സെറ്റ് അപ്പാർട്ട് എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ടവൻ. അതാണ് വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധി എന്ന് പറയുമ്പം നമ്മളുടെ മനസ്സിന്റെ കാറ്റഗറിയിലുള്ള പട്ടികയിൽപ്പെട്ട പാപം മാതിരിയുള്ള കുറച്ച് കാര്യങ്ങള് അങ്ങനെയുള്ള പാപമൊന്നും ചെയ്യാതെ എന്നുള്ളതിലുപരി എന്താ ലോകത്തിൻ്റെതായ ഒരു പോക്കുണ്ട്. ലോകത്തിൻ്റെതായ ഒരു പോക്ക്, കൺമോഹൻ ജഡമോഹൻ ജീവനത്തിന്റെ പ്രതാപം, അതിൽ നിന്നൊക്കെ വേർപെട്ട് കർത്താവിനായിട്ട് വിശുദ്ധമായിട്ട് കർത്താവിനായിട്ട് വേർതിരിക്കപ്പെട്ടവരായിട്ടുള്ളവർ, അങ്ങനെയുള്ളവർക്കാണ് ഈ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാൻ. അത് വലിയൊരു ഭാഗ്യ പദവിയാണ്, വലിയൊരു ബ്ലെസ്സഡ് ആയിട്ടുള്ള മക്കാരിയോസ് എന്നുള്ള ഒരു ഗ്രീക്ക് പദവാ ഭാഗ്യവാനും എന്നുള്ള വാക്ക്. ആ മക്കാരിയോസ് എന്നുള്ള അതേ പദം തന്നെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ ആത്മാവദരിദ്രരായവർ ഭാഗ്യവാന്മാർ, കരയുന്നവർ ഭാഗ്യവാന്മാർ, അല്ലെങ്കിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്നെല്ലാം കർത്താവ് വീണ്ടും വീണ്ടും ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോഴെല്ലാം ആ ഒരു മക്കാരിയോസ് എന്നുള്ള പദം, മക്കാരിയോസ് എന്നുള്ള പദത്തിന് ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഹാപ്പി, എൻവിയബിളി ഹാപ്പി, മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്നതും സന്തോഷമുള്ളവർ എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദമാണ്. അതുപോലെയുള്ള ഒരു ഹാപ്പി ഇൻ സച്ച് എ വേ ദാറ്റ് അതേഴ്സ് മൈറ്റ് ഫീൽ ജലസ് അബൌട്ട് യു, അതുപോലുള്ളൊരു സന്തോഷമുള്ളൊരു അവസ്ഥ, അതുപോലുള്ളൊരു ഭാഗ്യാവസ്ഥ, അതാണ് ക്രിസ്തീയ ജീവിതം. അപ്പൊ അതാ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ. ഇന്ന് നമുക്ക് എന്താ ലോകത്തിലുള്ള വലിയ കാര്യങ്ങളിലൊന്നും ചിലപ്പോൾ നമുക്ക് ഇന്ന് സമൂഹം തള്ളിക്കളഞ്ഞിരിക്കാം. വേറെ പല ലോകത്തിൻ്റെതായ വലിയ കാര്യങ്ങളിലൊന്നും നമുക്ക് വലിയ പിടിപ്പോ വലിയ സ്വാധീനമൊന്നും കാണത്തില്ലായിരിക്കും. നമ്മൾ സാധാരണ വിശ്വാസികളായിരിക്കുന്ന ഈ പറയുന്ന ലോകത്തിന് വലിയ ആൾക്കാരൊക്കെ രണ്ടാമത്തെ പുനരുദ്ധാനത്തില് അവര് വെളിപ്പെട്ട് അവർ നിത്യ നരകാഗ്നിയിലേക്ക് പോകുമ്പോൾ നമ്മളിനിയിപ്പോ എത്ര പഠിപ്പില്ലാത്തവരോ എത്ര സ്വാധീനമില്ലാത്തവരോ എത്ര താഴേക്കിടയിലായിട്ട് ഇന്ന് ലോകം നമ്മളെ ചിന്തിക്കുന്നവരാണെങ്കിൽ പോലും യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചവരാണെങ്കിൽ, യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മളുടെ പാപങ്ങളെല്ലാം കർത്താവിനോട് ഏറ്റുപറഞ്ഞ് കർത്താവെ എനിക്ക് അങ്ങേക്കായിട്ട് ജീവിക്കണം, അങ്ങനെക്കായിട്ട് മരിച്ചു ഉയർത്തെഴുന്നേൽപ്പിനെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ കർത്താവിനായിട്ട് സമർപ്പിച്ച് കർത്താവിനെ നമ്മുടെ ജീവിതത്തിലെ നാഥനും കർത്താവും രക്ഷിതാവുമായിട്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് കർത്താവിന്റെ മക്കളായിട്ട് തീർന്നിട്ടുള്ളവര് അങ്ങനെ ആ ഭാഗ്യാവസ്ഥ തന്നെ ജീവിച്ച് അവസാനത്തോളം വിശ്വാസത്തില് നമ്മൾ നിലനിന്ന് മരിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അവസാനം നിലനിന്ന് കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ കാണപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ പുനരുദ്ധാനത്തിലുള്ളവരായിരിക്കും. അത് വലിയൊരു ഭാഗ്യാവസ്ഥയാണ്, അത് വലിയൊരു വിശുദ്ധമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അത് ഭാഗ്യവാനും വിശുദ്ധനും, ബ്ലെസ്ഡ് ആൻഡ് ഹോളി ഈസ് ദ വൺ ഹു ഹാസ് എ പാർട്ട് ഇൻ ദ ഫസ്റ്റ് റിസറക്ഷൻ. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. നമുക്ക് എല്ലാവർക്കും ഒരു ഒന്നാം മരണം ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ ഭൂമിയിൽ മരിച്ചു പോകുന്നത് ഒന്നാം മരണം. എന്നാൽ രണ്ടാമത്തെ ഒരു മരണമുണ്ട്. അതെന്താ? ആ രണ്ടാം മരണം എന്താണെന്ന് നമ്മളായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതേ അധ്യായത്തിൽ തന്നെ അവസാനം എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? 20-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തില് ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം, ഈ തീപ്പൊയ്കയിലോട്ട് നിത്യമായിട്ട് ഇടപെടുന്ന ഒരു ന്യായവിധിയുണ്ട്. അതാണ് രണ്ടാമത്തെ മരണം എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമത് നമ്മളെല്ലാവരും കർത്താവ് വരുന്നതിന് മുമ്പേ നമ്മൾ മരിക്കുവാണെങ്കിൽ ഒന്നാമത്തെ മരണം. എന്നാൽ കർത്താവ് നമ്മൾ വരുമ്പോൾ ജീവനോടിരിക്കുവാണെങ്കിൽ ഒന്നാമത്തെ മരണം തന്നെ നമ്മൾ കാണേണ്ട കാര്യമില്ല. ഇനിയിപ്പോ നമ്മൾ അതിനു മുമ്പ് മരിച്ചു പോവുകയാണെങ്കിൽ തന്നെ ഒന്നാമത്തെ മരണം അത് മനുഷ്യന്, അത് ആദാമിന്റെ മേലുള്ള ശാപത്തിന്റെ ഭാഗമായിട്ട് മരണമുണ്ട്. ആ മരണം നീങ്ങിപ്പോയിട്ടില്ല. എന്നാ രണ്ടാമത്തെ മരണം അത് എന്താ? നിത്യമായിട്ടുള്ള മരണം, നിത്യമായിട്ട് ദൈവത്തിൽ നിന്ന് അകലുന്ന മരണം എന്നുള്ള വാക്ക് തന്നെ സെപ്പറേഷനെ കുറിക്കുന്ന, വേർപാടിനെ കുറിക്കുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തെ മരണത്തിൽ നമ്മളുടെ ശരീരം ഇവിടെ മൃതശരീരമായിട്ട് കിടക്കുന്നു. നമ്മളുടെ ആത്മാവും ദേഹിയും ഒന്നുകിൽ കർത്താവിന്റെ സന്നിധിയിലേക്കോ അല്ലെങ്കിൽ ഭൂമിക്ക് ഉള്ളിലുള്ള നരകത്തിലേക്കോ പോകുന്നു. അതിനുശേഷം 1000 വർഷക്കാലം, ഇപ്പം അവിശ്വാസിയായിട്ട് മരിക്കുന്ന ഒരാളുടെ കാര്യം പറയുവാണെങ്കിൽ 1000 വർഷക്കാലം കർത്താവിന്റെ ഭരണവും കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ പുസ്തകങ്ങളൊക്കെ തുറക്കുന്ന സമയത്ത് ഈ നരകത്തിലുള്ള ആ ആൾക്കാർ, അത് നമ്മള് താഴോട്ടത് വായിക്കുന്നുണ്ട്. നരകത്തിലുള്ളവര് ഹേഡീസ്, സീം, അതെ 13-ാമത്തെ വാക്യം, സമുദ്രം, അതായത് 20-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും ഒക്കെ ഈ ഭൂമിക്കുള്ളിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അത് എങ്ങനെ അത് ബൈബിളിൽ നിന്ന് നമ്മളത് പറയുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അന്തിമോചന പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. മരണവും പാതാളവും ഒക്കെ തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്കൊത്തവണ്ണം ന്യായവിധി ഉണ്ടായിട്ട്
ഈ തീപ്പൊയ്കയിലോട്ട്, ഈ മരണത്തെയും പാതാളത്തെയൊക്കെ തീപ്പൊയ്കയിലോട്ട് തള്ളിയിടുന്ന ഒരു കാര്യം, മരണത്തെയും പാതാളത്തെ അതിലുള്ളവരൊക്കെ തീപ്പൊയ്കയിലോട്ട് പോകുന്ന ഒരു കാര്യം എന്ന അത് ന്യായമായിട്ടും അവര് തീപ്പൊയ്കയിലേക്ക് പോകാനുള്ളവരാണെന്നുള്ളൊരു തരത്തിലുള്ള ഒരു ന്യായവിധി അവരുടെ ജീവിതം അവിടെ ലോകത്തിന് മുമ്പാകെ പ്രദർശിക്കപ്പെട്ടിട്ടാണ് ആ ന്യായവിധി ഉണ്ടാവുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ കാണുന്നത്. അപ്പൊ അതാ രണ്ടാമത്തെ മരണം. അപ്പൊ നമ്മള് രണ്ട് പ്രാവശ്യം ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? രണ്ടു പ്രാവശ്യം ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരു പ്രാവശ്യം ജനിച്ചിട്ടുള്ളതുകൊണ്ട് ഇവിടെ ഇവിടുന്ന് കേൾക്കുന്നത് എന്ന് വെച്ചാൽ പ്രാവശ്യം നമ്മളെല്ലാവരും അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു വന്നവരാണ്. എന്നാൽ നമ്മൾ വീണ്ടും ജനിച്ചാല്, കർത്താവില് നമ്മൾ ജനിച്ചാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് നമ്മളൊരു പുതു സൃഷ്ടിയായിട്ട് തീർന്നാല്, അതായത് നമ്മുടെ രണ്ടാമത്തെ ജനനം, അതായത് ഒന്നാം ജനനം അമ്മയുടെ ഉദരത്തിൽ നിന്നുള്ള ജനനം, എന്നാൽ രണ്ടാമത് നമ്മൾ വീണ്ടും ജനിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം മരിച്ചാൽ മതി. എന്നുവെച്ചാൽ ഈ ഭൂമിയിലുള്ള ഒരു മരണമുണ്ട്, കർത്താവ് വരുന്നതിന് മുമ്പ് നമ്മൾ മരിക്കുവാണെങ്കിൽ അങ്ങനെ ആ ഭൂമിയിലുള്ള ഒരു മരണമുണ്ട്. എന്നാൽ നമ്മൾ ഒരു പ്രാവശ്യം ജനിച്ചിട്ടുള്ളൂ, പിന്നെ വീണ്ടും ജനിച്ചില്ല എന്നുണ്ടെങ്കിൽ രണ്ട് മരണമുണ്ട്. രണ്ട് പ്രാവശ്യം ജനിച്ചാൽ ഒരു മരണമേ ഉള്ളൂ, ഒരു പ്രാവശ്യം ജനിച്ചിട്ടുള്ളെങ്കിൽ രണ്ട് മരണമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ജനിച്ചിട്ടുള്ളൂ, വീണ്ടും ജനിച്ചില്ല എന്നുണ്ടെങ്കിൽ രണ്ട് മരണമുണ്ട്. ഒന്നാമത്തെ മരണം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള മരണം, അതിനുശേഷം പിന്നെ നിത്യമായിട്ടുള്ള രണ്ടാം മരണം. അതാ രണ്ടാം മരണം തീപ്പൊയ്കയിലേക്കുള്ള ആ ഒരു രണ്ടാമത്തെ മരണം. അതുകൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയൊക്കെ അവരെ അവരെ വിശ്വാസത്തിലേക്ക് നിങ്ങൾക്ക് അവർ വീണ്ടും ജനത്തിന് ഉറപ്പ് വേണം. അതൊരു എന്തൊരു ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമല്ല, അതൊരു ജീവൻ മരണ പ്രശ്നമാണ്. അത് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആയിരിക്കാം എന്നുള്ളൊരു സംശയത്തോടെ ഇരിക്കേണ്ട കാര്യമല്ല, മറിച്ച് കർത്താവിൽ നിന്ന് ഉറപ്പ് പ്രാപിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ കർത്താവിന്റെ ആത്മാവിനെ ജനിച്ചു, കർത്താവിന്റെ അപ്പനാണ്, കർത്താവിന്റെ ആത്മമണവാളനാണ്, എൻ്റെ ഇടയനാണ്, സ്വർഗ്ഗത്തിലെ പിതാവ് എൻ്റെ അപ്പനാണ് എന്നുള്ള ആ ഒരു വലിയൊരു പുത്രസ്വീകാരത്തിന് ആത്മാവോടുകൂടി വീണ്ടും ജനത്തിന് ഉറപ്പോടുകൂടി നമ്മളായിരിക്കണം. അല്ലാതെ ഇപ്പോഴും നമ്മളെ ചാഞ്ചാടിക്കൊണ്ടോയോ ഞാൻ ജനിച്ചായിരിക്കാം ഇല്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എത്ര നാള് നമ്മൾ ചാഞ്ചാടിക്കൊണ്ടിരിക്കും. കർത്താവിൽ നമ്മൾ അതുപോലെ ഒരു സെൻസ് ഓഫ് നീഡോടുകൂടി ആവശ്യബോധത്തോടെ കർത്താവെ എനിക്ക് അതിനൊരു ഉറപ്പ് തരണം, ഞാൻ ഈ നിമിഷം മരിച്ചാൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കും. അതായത് ഞാനെന്തോ പെർഫെക്റ്റ് ആയി എന്നുള്ളതല്ല, മറിച്ച് കർത്താവ് എനിക്കിനി ഒരിക്കലും പാപം ചെയ്യാൻ ആഗ്രഹമില്ല. ശരിയാണ്, നമ്മുടെ ജഡത്തിന് ഇപ്പോഴും പാപത്തിനോടാണ് പ്രതിപത്തി ഉള്ളത്. പക്ഷേ കർത്താവെ എന്റെ വില്ലില് എന്റെ ഒരു തീരുമാനം എടുക്കാവുന്ന ഒരു കഴിവുണ്ട് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അവിടെ കർത്താവ് എനിക്കായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പാപത്തിൽ വീണ് പോയേക്കാം, ഞാൻ പക്ഷെ പോകാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവ്. ഐ ഡു നോട്ട് വോണ്ട് ടു സിൻ. അതാ റിപ്പന്റൻസ്. ഐ വിൽ നോട്ട് സിൻ എന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല. ഞാൻ ഒരിക്കലും പാപം ചെയ്തില്ലെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ദൈവം നമ്മളെ കാത്താലേ ഒക്കത്തുള്ളൂ. എന്നാൽ കർത്താവ് എനിക്ക് പാപം ചെയ്യാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞ് നമ്മളൊരു എബോട്ട് അടിച്ച് നമ്മുടെ ജീവിതത്തെ കർത്താവിന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ജനിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ രണ്ടാമത് ജനിച്ചാൽ ഈ ഒരു പ്രാവശ്യം മരിക്കേണ്ട വരത്തുള്ളൂ. ഇനിയിപ്പോ കർത്താവ് അതിന് മുമ്പ് വന്ന ഒരു പ്രാവശ്യം പോലും മരിക്കേണ്ട വരത്തില്ല. അങ്ങ് പുണ്യതാന്റെ ശരീരം പ്രാപിക്കുക എന്ന, അല്ലെങ്കിൽ നമ്മള് രണ്ടാമത്തെ മരണം ഒരു പ്രാവശ്യം സാധാരണ മനുഷ്യർ മരിക്കുന്നവനൊക്കെ മരിക്കുന്നു എന്ന പിന്നീട് നിത്യമായിട്ടുള്ള നിത്യമരണത്തിലേക്കും പോകുന്ന ഒരു ഗതികളിലേക്ക് നമ്മൾ പോകാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊരു സെൻസ് ഓഫ് ഏർജൻസിയോടുകൂടെ കർത്താവേ എനിക്ക് വീണ്ടും ജനത്തിന് ഉറപ്പ് വേണം എന്നുള്ളൊരു എപ്പോഴെങ്കിലുമൊക്കെ അങ്ങ് വീണ്ടും ജനിക്കുമായിരിക്കും, അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഒരു സാമട്ടിലല്ല, മറിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച്, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ഒരു ആവശ്യബോധത്തോടെ കർത്താവിലേക്ക് നമ്മൾ ഓടിയണയുന്നവരായിരിക്കണം. അത് നമ്മളിവിടെ 20-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തില് അവരുടെ മേല്, അതായത് ഈ ഒന്നാം പുനരുത്ഥാനത്തില് പങ്കുള്ളവരുടെ മേല് രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും, അതായത് ദൈവപിതാവിനും പുത്രനായ ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴും. ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴും എന്നുള്ള ആ ഫ്രേസ് ഇപ്പം എത്രാമത്തെ തവണ നമ്മൾ വായിക്കുന്നത്? രണ്ടാമത്തെ തവണ. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മളിപ്പോൾ വായിച്ചതേ ഉള്ളൂ. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമ്മൾ ആ വാക്യം വരുന്ന ചിന്തിച്ച് അവർ ജീവിച്ച 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടി വാണു എന്ന് 4-ാമത്തെ വാക്യത്തിന്റെ അവസാനം നമ്മൾ വായിച്ചു. അതേപോലൊരു ക്ലോസാണ് നമ്മളിവിടെ കാണുന്നത്. എന്താ? ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴും. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവര്. അവര് ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായിട്ട് വാഴും. അത് പുരോഹിതന്മാരായിട്ട്, അവര് രാജാക്കന്മാരായിട്ട് വാഴും. കർത്താവിനോടുകൂടി വാഴുന്നു എന്ന് പറയുമ്പോൾ അവിടെ രാജാക്കന്മാരായിട്ട് വാഴും എന്നുള്ളതാ. എന്നാൽ ഇവിടെ രാജാക്കന്മാരായിട്ട് മാത്രമല്ല, പുരോഹിതന്മാരായിട്ട്, നമ്മളെ രാജകീയ പുരോഹിത വർഗമായിട്ടാണ് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് നമ്മൾ 1 പത്രോസ് 2:9 നമ്മൾ വായിക്കുന്നത്. 1 പത്രോസ് 2:9 എന്താ? വി ആർ എ റോയൽ പ്രീസ്റ്റ്ഹുഡ്. നമ്മള് രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. അതായത് ആദ്യത്തെ രാജാവും പുരോഹിതനുമായവൻ
അത് യേശുക്രിസ്തു തന്നെയാണ്. അതിന്റെ ഒരു നിഴലായിട്ടൊരു മെൽക്കിസദേക്ക് ഉണ്ടായിരുന്ന ഒരു രാജാവും ദൈവത്തിന്റെ പുരോഹിതനുമായിട്ടൊരു മെൽക്കിസദേക്കിനെ കുറിച്ച് നമ്മൾ ഉൽപ്പത്തി 14 വായിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ആദ്യത്തെ രാജാവും പുരോഹിതനുമായിട്ട് വന്നവൻ യേശുക്രിസ്തു തന്നെയാണ്. ശൗല് രാജാവായിരിക്കും പുരോഹിതന്റെ ശുശ്രൂഷകൾ ഏറ്റെടുക്കാൻ നോക്കി, അവന്റെ മേലെ ദൈവത്തിന്റെ ന്യായവിധി വന്നു. അതുപോലൊക്കെയുള്ള ചില രാജാക്കന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. അവർ രാജാക്കന്മാരായിരിക്കും, എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ അവർ പുരോഹിതന്റെ ശുശ്രൂഷ കൂടെ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ദൈവത്തിന്റെ ന്യായവിധി വരുന്നത് വെച്ചാൽ അത് വല്ലാത്ത ഒരു ആരഗൻസ് അവരുടെ നികളത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ക്രിസ്തുവിൽ നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. അത് രാജകീയ പുരോഹിത വർഗമെന്ന് നമ്മളവിടെ എവിടെ 1 പത്രോസ് 2:9 വായിക്കുന്നുണ്ട്. പിന്നീട് ഇതേ വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നേ? 1-ാമത്തെ വാക്യത്തിന്റെ അതിന്റെ ഇംഗ്ലീഷിൽ അതിന്റെ 6-ാമത്തെ വാക്യത്തില, മലയാളത്തിലും അതിന്റെ 6-ാമത്തെ വാക്യം തന്നെ. വെളിപാട് പുസ്തകം 1-ന്റെ 6-ാമത്തെ വാക്യം, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി, നമ്മെ സ്നേഹിച്ചവനും പാപം പോക്കി എന്നൊക്കെ പറഞ്ഞാൽ ചില പാട്ടിലൊക്കെ നമ്മൾ പാടുന്നുണ്ട്. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായ, രാജ്യവും പുരോഹിതന്മാരും, മേഡ് us to be a kingdom, പ്രീസ്റ്റ് ടു ഹിസ് ഗോഡ്. ആ കിങ്ഡം എന്നുള്ള വാക്ക് ബാസിലൂസ് എന്ന് പറഞ്ഞൊരു പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം കിങ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം KJV-ലൊക്കെ കിങ്സ് ആൻഡ് പ്രീസ് എന്നാണ് എഴുതിയേക്കുന്നത്. NASB-യിലും കിങ്ഡം പ്രീസ്റ്റ് ടു ഹിസ് ഗോഡ് എന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യം. അവൻ നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവെന്നുള്ളത് രാജാക്കന്മാരും പുരോഹിതന്മാരും എന്ന് വേണമെങ്കിൽ അത് കുറച്ചുകൂടെ കറക്റ്റായിട്ട് അത് പരിഭാഷപ്പെടുത്താവുന്നതാണ്. പിന്നെ ഇതേ വെളിപാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ അതേ കാര്യം തന്നെ വായിക്കുന്നുണ്ട്. എന്താ വായിക്കുന്നേ? ഞങ്ങളുടെ ദൈവത്തിന്, വെളിപാട് പുസ്തകം 5:10, ഞങ്ങളുടെ ദൈവത്തിന് അവര് രാജ്യവും പുരോഹിതന്മാരുമായി ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. യു ഹാവ് മെയ്ഡ് ദം ടു ബി കിങ്ഡം ആൻഡ് പ്രീസ്റ്റ് ടു ഹർ ഗോഡ്. അവിടെ ശരിക്കും കിങ്സ് എന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാ. നമ്മളൊക്കെ രാജ്യമാക്കി വെച്ചിരിക്കുന്നു എന്ന്, നമ്മൾ രാജാക്കന്മാരാക്കി വെച്ചിരിക്കുന്ന അവിടെ യഥാർത്ഥത്തിൽ ട്രാൻസ്ലേഷൻ വേണ്ടത്. ബാസിലൂസ് എന്ന് പറയുന്ന ഒരു പദമാണ്. ബസേലിയോസ് എന്നൊക്കെ നമ്മളെ മാർ ബസേലിയോസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബാസിലൂസ് എന്ന് പറഞ്ഞാൽ കിങ്, രാജാവ് എന്നുള്ള വാക്ക് അതിന്റെ അർത്ഥം ബാസിലൂസ്. അപ്പം ദൈവം നമ്മളെ ബാസിലൂസ് ആക്കി, എന്താ ലൂസാക്കി എന്നല്ല, കിങ് ആക്കി, രാജാക്കന്മാരാക്കി പുരോഹിതന്മാരാക്കി. അപ്പൊ ആ കാര്യം നമ്മളിവിടെ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ 1000 ആണ്ട് വാണു എന്ന് പറയുമ്പോൾ രാജാക്കന്മാരായിട്ട് വാണു എന്നുള്ള ഒരു സിംഹാസനത്തിൽ നിന്ന് വാഴുന്ന രാജാക്കന്മാരായിട്ട്. പിന്നെ അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ വെളിപാട് പുസ്തകം 4-ലെ രാജാക്കന്മാരായിട്ട് വാഴുന്നതിനെ കുറിച്ച് 6-ാമത്തെ വാക്യത്തിൽ പുരോഹിതന്മാരായിട്ട് ക്രിസ്തുവിനോടുകൂടി വാഴും. അപ്പം ഇന്ന് പുതിയ നിയമത്തിൽ ആരാ പുരോഹിതന്മാര്? വെള്ളലോഹയൊക്കെ ഇട്ട് ഏതാണ്ട് തൊപ്പിയും കൊടയും വടിയൊക്കെ ആയിട്ട് ഫാൻസി ഡ്രസ്സ് ഇട്ടുകൊണ്ടുള്ള ഒത്തിരി പേര് പുരോഹിതന്മാരാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട്. എന്നാൽ അങ്ങനെ ആരെയും ഞാൻ പുരോഹിതന്മാരായിട്ട് കാണാറില്ല. നമ്മളെ ഓരോ വീണ്ടും ജനിച്ച വിശ്വാസികൾ ഈ ലോഹയും മുത്തുകൊടയും വടിയും കൊടയൊക്കെ ആയിട്ട് നടക്കുന്നവര് വീണ്ടും ജനിച്ചവർ പോലും അല്ല. എന്നാൽ ഇത് പാവം പിടിച്ച വിശ്വാസിയാണെങ്കിലും അവരാ യഥാർത്ഥത്തിലെ പുരോഹിതൻ. യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതല് ഇനിയിപ്പോ ഒരു 10-15 വയസ്സുള്ള ഒരു ചെറിയ പയ്യനായിരിക്കും, അല്ലെങ്കിൽ ഒരു 19 വയസ്സുള്ള വല്യമ്മയായിരിക്കും. എന്നാൽ അവരാണ് പുരോഹിതന്മാര്, അവരാണ് രാജകീയ പുരോഹിതന്മാർ. അല്ലാതെ ഇന്ന് മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി വെള്ളയടിച്ച് കുഴിമാടങ്ങളെ പോലെ ഭക്തിയുടെ വേഷവും ധരിച്ച് ശക്തിയെ ത്യജിച്ച് കർത്താവിനെ വിറ്റ് കാശാക്കുന്ന കള്ളപ്രവാചകന്മാരും വ്യാജ അപ്പോസ്തലന്മാരും മെത്രോപൊലിത്ത എന്നൊക്കെ പറഞ്ഞു മോസ്റ്റ് ഹോളി റെവറന്റ്, റൈറ്റ് റെവറന്റ്, റോങ് റെവറന്റ് എന്നൊക്കെ പറഞ്ഞ് കുറെ ടൈറ്റിലുകളൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു അങ്ങനെയൊക്കെയുള്ള പല ആൾക്കാരും ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ഇങ്ങനെയുള്ളവർക്കെതിരെയുള്ള ആൾക്കാർ തന്നെ ഇവരെയൊക്കെ കൊണ്ട് മടുത്ത് ഇവരെയൊന്നും പിതാക്കന്മാരെന്ന് വിളിക്കരുതെന്നൊക്കെ പറഞ്ഞ 2 വീഡിയോ കഴിഞ്ഞ ദിവസം ഇങ്ങനെ യൂട്യൂബ് തമ്മിൽ പെട്ടെന്ന് കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം അപ്പൊ അതിനകത്ത് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഞാൻ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ളവരെ നിങ്ങൾ പിതാക്കന്മാരെന്ന് വിളിക്കരുത് വിശ്വാസികൾ എന്നൊക്കെ കണ്ട് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇങ്ങനെ ഇതൊരു സ്ക്രോളായിട്ട് വന്നത്. അപ്പൊ അതിനായിട്ട് താഴെ കമന്റ് ചെയ്തിരിക്കുന്ന അതെ അങ്ങനെ തന്നെയാണ് ബൈബിളിൽ ഇങ്ങനെ ഇവരൊന്ന് പിതാക്കന്മാരെന്ന് വിളിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ ആൾക്കാർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കും അതിന്റെ ധൈര്യം ഇല്ലെന്നുള്ളതേ ഉള്ളൂ. അച്ഛ കൊച്ചച്ച എന്നൊക്കെ ആരെയും ഭൂമിയിലുള്ള വിശ്വാസ സമൂഹത്തിലുള്ളവരാരെയും പിതാവെന്ന് വിളിക്കരുത് എന്നുള്ള കാര്യമൊക്കെയാ. അതായത് പിതാവെന്ന് വിളിക്കുമ്പോൾ ഫാദർ, അച്ഛ എന്നൊക്കെ വിളിക്കുന്നത്
അത് യഥാർത്ഥത്തില് അത് വിശ്വാസ സമൂഹത്തിലുള്ളവരെ നമ്മളിപ്പം ഭൂമിയിലുള്ള അച്ഛനെ അച്ഛൻ അമ്മയെന്നൊക്കെ വിളിക്കുന്നു, എന്നാൽ ശിഷ്യവൃന്ദത്തിനിടയിൽ വിശ്വാസ സമൂഹത്തില് ഇങ്ങനെ ആരെയും പിതാവെന്ന് വിളിക്കരുത്, അല്ലെങ്കിൽ അച്ഛാന്നോ ഫാദർന്നോ ഒന്നും വിളിക്കരുത്, മറിച്ച് നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്, നിങ്ങളെല്ലാവരും വേലക്കാരാണ് എന്ന കർത്താവ് അവിടെ മത്തായി 23:9-10 വാക്യങ്ങളിലൊക്കെ 8-9-10 വാക്യങ്ങളിൽ വേറെ ടൈറ്റിൽസ് ഒന്നും വിളിക്കരുത് എന്നുള്ള കാര്യം, റബ്ബി എന്ന് വിളിക്കപ്പെടരുത്, ഒരു നായകനെ നിങ്ങൾക്കുള്ള എന്നുള്ള കാര്യമൊക്കെ നമ്മളിവിടെ വായിക്കുന്നത്. അപ്പൊ അവിടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു പുരോഹിതന്മാര് അതാണെന്ന് തിരിച്ചറിയുന്നത്. ഇവൻ വേർപെട്ട സഭകൾ എന്ന് പറയുന്ന ആൾക്കാരിൽ കൂട്ടങ്ങളിൽ പോലും പാസ്റ്റേഴ്സ് ആയിട്ട് പ്രത്യേകിച്ച് വെള്ളയും കറുപ്പും ഏതാണ്ടൊക്കെ ഇട്ടോ, അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ഇപ്പം നമ്മള് സാമുദായിക എപ്പിസ്കോപ്പൽ ചർച്ചസ് അല്ലെങ്കിൽ പാരമ്പര്യ സഭകളിൽ അവരുടേതായ പല വേഷവിധാനങ്ങളൊക്കെ എന്താണ് പറയുന്നത് ഈ പുരോഹിതന്മാർക്കുണ്ട്. എന്നാൽ വേർപെട്ട സഭകൾ അവരങ്ങ് വചനത്തെ മാത്രം അങ്ങ് അനുസരിക്കുന്നവരെന്ന് പറയുന്ന ഈ വേർപെട്ട സഭ കൂട്ടങ്ങളിൽ നമ്മൾ നോക്കിയാലും അവിടെയും ഈ ശുശ്രൂഷകന്മാർക്ക് പ്രത്യേക വേഷവിധാനന്മാരെ ഈ യൂണിഫോം മാതിരി വെള്ള ഷർട്ടും കറുപ്പ് പാൻസും അല്ലെങ്കിൽ ഒന്നുകിലും മീശയും താടിയും വെക്കത്തില്ല, അല്ലെങ്കിൽ മീശ വെച്ച താടിയും കൂടെ വെക്കുക, ഏതാണ്ടൊക്കെ രീതിയിലുള്ള പല വചനത്തിലൊന്നും ഇല്ലാത്തുള്ള കുറെ പ്രമാണങ്ങളും ഒക്കെ ആയിട്ട് അവർക്കും പ്രത്യേക ഒരു ഡ്രസ് കോഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പാസ്റ്റർമാർ എന്നുള്ള ഒരു ടൈറ്റിൽ. എന്നാൽ പാസ്റ്റർ എന്നുള്ളത് ഒരു ടൈറ്റിൽ അല്ല. ഞാൻ ആരെയും പാസ്റ്റർ എന്ന് വിളിക്കാറില്ല. ഞാൻ ആരെങ്കിലും റെഫർ ചെയ്ത് ഇന്നയാളെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പാസ്റ്റർ ആയിട്ടുള്ള ആ സാറെന്ന് പറയും, അല്ലെങ്കിൽ പാസ്റ്റർ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഷെപ്പേർഡ് എന്നാണ്. അതൊരു ടൈറ്റിൽ അല്ല, മറിച്ച് ഒരു ശുശ്രൂഷയാണെന്ന് എഫേസ്യർ 4-11 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം ആരൊക്കെ വന്ന് ചിലപ്പോൾ കൺസൾട്ടേഷൻ അങ്ങനെ മാസ്റ്റർമാരായിട്ടുള്ള ചില സഹോദരങ്ങളൊക്കെ ഒരു അപ്പൊ ഞാൻ ചിലപ്പോൾ സാറിന് വിളിക്കുമ്പോൾ ഞാൻ പാസ്റ്റർ ആണെന്നൊക്കെ പറയും. ഞാൻ പറയും അതെ സാറേ ഓക്കെ എന്ന് പറയുന്ന വെച്ചാൽ ഒരു പാസ്റ്ററിനെ വിളിക്കാൻ വേണ്ടി അവരങ്ങനെ പറയുന്നത് എനിക്കറിയാം. പക്ഷെ ഞാൻ പിന്നെ അങ്ങനെ സാറിനെ വിളിക്കുമ്പോൾ അവർക്ക് കത്ത് എന്തോ പന്തികേടുണ്ടെന്നുള്ള കാര്യം കത്ത്. ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വചനവിരുദ്ധമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ക്രിസ്തുവിലെ പുരോഹിതന്മാരാ. പിന്നെ സഭയുടെ ഉത്തരവാദിത്വമായിട്ട് ദൈവം മൂപ്പന്മാരെ ആക്കി വെച്ചിട്ടുള്ളതായിട്ട്, എൽഡേഴ്സിനെ ആക്കി വെച്ചിട്ടുള്ളതായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലും ലേഖനങ്ങളിലും തീത്തോസിന്റെ ലേഖനങ്ങളിലും അപ്പോസ്തലന്മാര് ഒരു സഭകളിലും മൂപ്പന്മാരെ, അത് മൂപ്പൻ എന്നുള്ളത് ഒരു ടൈറ്റിലല്ല, മറിച്ച് അതൊരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞത് എൽഡറെ എന്നല്ല വിളിക്കുന്നത്, നമ്മൾ ബദറെ വിളിക്കുന്നത് വെച്ചാൽ നമ്മളെല്ലാവരും ബ്രദേഴ്സാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ വചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വചനപ്രകാരമല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ക്രിസ്തീയ ലോകത്തില് പടർന്ന് പന്തലിച്ച് വല്ലാതെ ജീർണിച്ച് നാശാകോശമായ അവസ്ഥയിലായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണാൻ പറ്റുന്ന വചനത്തിലേക്ക്, അതിന്റെ വചനത്തിന്റെ ലാളിത്യത്തിലേക്ക് നോക്കുമ്പോൾ ഇത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാവുന്ന രീതിയിൽ കർത്താവ് ഇതെല്ലാം വെണ്ടയ്ക്ക അക്ഷരത്തിൽ നമ്മുടെ മാതൃഭാഷയിൽ തന്നെ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനൊക്കെ. ഇപ്പം ആ ഒരു ക്രിസ്തുവിനും ദൈവത്തിനും നമ്മള് പുരോഹിതന്മാരായിട്ട് 1000 ആണ്ട് വാഴുന്നതിനെ കുറിച്ചുള്ള ആ വാക്യം അതാ നമ്മൾ 5-6 വാക്യങ്ങൾ വായിച്ച്. പിന്നെ ഒന്നാമത്തെ പുണ്യദാനത്തെ കുറിച്ച് പറയുന്ന പല വാക്യത്തിന്റെ റെഫറൻസസുകൾ നമ്മളിപ്പം വായിച്ചായിരുന്നു. അതിന്റെ ഓരോ റെഫറൻസസ് ആയിട്ട് യോഹന്നാൻ 5:29 മുതൽ പല റെഫറൻസസ് കർത്താവിന്റെ വാക്കുകളിൽ തന്നെ, സുവിശേഷങ്ങളിൽ തന്നെ, ഈവൻ 1000 വർഷക്കാലത്ത് സഖര്യാവിന്റെ യെശയ്യാവിന്റെ ഒക്കെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, വളരെ രസകരമായിട്ടുള്ള പല കാര്യങ്ങൾ. അന്നത്തെ യൂത്ത് ക്യാമ്പില് 1000 വർഷക്കാലം യൂത്ത് ക്യാമ്പ് നടത്തുമ്പോൾ അവരുടെ ആവറേജ് പ്രായം എത്രയാണെന്ന് വെച്ചാൽ 90-100 വയസ്സ് എന്നാ പറയുന്നത്. അപ്പൊ അതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പം വായിച്ചായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ദിവസമാഴ്ച അടുത്ത ആഴ്ച ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാമല്ലോ. നമുക്ക് ഒഴിവാക്കി പ്രാർത്ഥിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിലേക്ക് നോക്കാം. നമ്മൾ ഇന്ന് എന്തൊക്കെയാ കേട്ടത്, നമ്മളോട് കർത്താവ് സംസാരിച്ച ആ കാര്യങ്ങള് മുമ്പാകെ നമ്മൾ ഏറ്റു പറഞ്ഞ്, കർത്താവെ ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തൊരു സന്തോഷം എല്ലാത്തിനും മീതെ വാഴുന്നവരാകാനാണ് കർത്താവ് നമ്മൾ വിളിച്ചത്. ഇത് യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ നാളിലാണ്, അന്നാണ് ആ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളത്തിലേക്ക് വന്ന് നിറയുന്ന ആ ഒരു നാളിലാണ് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തൊരു സന്തോഷം നമ്മളിലൊന്നും നിറയാൻ പറ്റുന്നത്. ഇന്ന് നമ്മളിതിനെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി ഏൽപ്പിക്കുന്ന ആ ഒരു നാളില്ല. എന്നാ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒന്നും നിറഞ്ഞാൽ പെന്തക്കോസ്ത് നാളിലെ ശിഷ്യന്മാരുടെ മേലും പരിശുദ്ധാത്മാവ് അതുപോലെ ശക്തിയോടെ വന്നു എന്ന് ഇന്ന് നാം നമ്മെ തന്നെ ജീവനുള്ള യാഗമായിട്ട് നമ്മെ തന്നെ താഴ്ത്തി, നമ്മെ തന്നെ ഒരു വട്ടപൂജ്യമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവനുള്ള യാഗമായിട്ട് അങ്ങ് പ്രത്യേകമായിട്ട് കർത്താവെ എന്റെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ടും എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും കർത്താവെ, എന്റെ നാവാകട്ടെ, എന്റെ കണ്ണാവട്ടെ, എന്റെ കൈകാലികളാവട്ടെ, എന്റെ ബുദ്ധിയാകട്ടെ, കർത്താവെ എന്റെ കുടുംബമാകട്ടെ, എന്റെ വസ്തുവകളാവട്ടെ, എന്റെ എല്ലാം അവിടുത്തെ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി ഏൽപ്പിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ജീവജല നദിയായിട്ട് നമ്മളുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞ് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തൊരു സന്തോഷം നമ്മളിൽ നിറയ്ക്കും.
എന്നാൽ നമ്മൾ ആ ഒരു സറണ്ടറിൽ തന്നെ, ആ ഒരു സമർപ്പണത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്ന പരിശുദ്ധാത്മ നമ്മളെ നിറച്ചുകൊണ്ടേയിരിക്കും. ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തൊരു സന്തോഷം നമ്മൾ നിറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നിഗളിച്ച് വേറെ പല കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ആ സന്തോഷമൊക്കെ ചോർന്നു പോയി നമ്മൾ വീണ്ടും സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ നമ്മളുടെ മേൽ വാഴുന്ന അവസ്ഥയിലോട്ട് വരും. എന്നാൽ നാം എപ്പോഴും ആത്മാവില് കർത്താവിനോടുകൂടി വാഴുന്നവരാണെങ്കിൽ അന്ന് ഒന്നാം പുനരുത്ഥാനത്തില് ആ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള റിസറക്ഷനിൽ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കാളികളായിട്ട് കർത്താവിനോടുകൂടി വാഴുന്ന ഒരു രംഗമാണ് നമ്മളത് വായിച്ച്, നമ്മൾ ഇന്ന് വചനത്തിൽ വായിച്ച് അവിടെ കർത്താവിന്റെ കൂടെ രാജാക്കന്മാരായിട്ട് പുരോഹിതന്മാരായിട്ട് വാഴുന്നൊരവസ്ഥ. ഇന്ന് ലോകക്കാരെ പുരോഹിതന്മാരായിട്ട് അവരോധിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് സ്വർഗത്തിന്റെ കണ്ണുകളെ കൊണ്ടാണോ ഈ ലോകത്തിന്റെ പുരോഹിതന്മാരെന്ന് പറയുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മളങ്ങ് പേടിച്ചു പറിച്ചോ, വലിയ ഭയഭക്തി ആദരവോടുകൂടി, അവര് ദൈവത്തിന്റെ വലിയ അഭിഷിക്തന്മാര്, നമ്മള് ഒന്നും പറയരുത് എന്നുള്ള അർത്ഥത്തിലാണോ? അതോ നമ്മള് ആ ഒരു കർത്താവ് കാര്യങ്ങളെ നോക്കി കാണുന്നത് പോലെ നമ്മള് ആ ഒരു ധൈര്യത്തോടെ കർത്താവിന്റെ വചനം അനുസരിക്കുവാനായിട്ട്, കർത്താവിന്റെ വചനത്തിന്റെ ഒരു നിലപാടെടുക്കാനായിട്ട് ധൈര്യത്തോടെ, വലിയ സന്തോഷത്തോടെ, ആത്മീയാധികാരത്തോടെ, ആ ഒരു ഡിഗ്നിറ്റിയോടെ, മാന്യതയോടെ കർത്താവിന്റെ രാജകീയ പുരോഹിത വർഗമാണെന്നുള്ള വലിയ അഭിമാനത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു വലിയ മാന്യതയോടെ, ഡിഗ്നിറ്റിയോടെ ആയിരിക്കാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ രാജാക്കന്മാരായിട്ട്, പുരോഹിതന്മാരായിട്ട് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന അത്ര വലിയൊരു ഭാഗ്യപദവി. നമ്മൾ പിന്നെ മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചും അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടു. അന്ന് ജീവിച്ചിരിക്കുന്ന നാം പുനരുദ്ധാനം പ്രാപിക്കുമെന്ന, അതിനു മുമ്പേ കർത്താവിന് നിദ്ര കൊണ്ടുവരും, അതിനു മുമ്പേ പുനരുദ്ധാനം പ്രാപിക്കും എന്നുള്ള കാര്യവും, അങ്ങനെ അത് നമുക്ക് എത്ര പ്രത്യാശയ്ക്ക് ആശ്വാസത്തിനും വക നൽകുന്ന കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചുപോയവരുണ്ടെങ്കിൽ, കർത്താവിന് മരിച്ചു പോയിട്ടുള്ളവര്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായിരിക്കെ മരിച്ചു പോയിട്ടുള്ളവരൊക്കെ അന്ന് പുനരുദ്ധാനത്തിൽ കർത്താവിന്റെ വരവില് അവരെല്ലാം സന്ധിക്കാമെന്നുള്ള വലിയൊരു ആശ്വാസവും പ്രത്യാശയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിറയുന്ന എത്ര വലിയ ആശ്വാസവും എത്ര വലിയൊരു പ്രത്യാശ ഉളവാക്കുന്ന കാര്യങ്ങളാണ്. ഈ നിത്യതയുടെ കാര്യങ്ങൾ എത്ര യഥാർത്ഥമായിട്ടുള്ള റിയലായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നമ്മളെ ഉത്സാഹിപ്പിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അങ്ങയുടെ കൂടെ വാഴുവാൻ ഞങ്ങളെയും അവിടുന്ന് അവകാശികളാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നാം പുനരുത്ഥാനത്തിൽ തന്നെ പങ്കാളികളാകുന്ന തക്കവണ്ണം വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ ജീവിക്കുന്നവരായി തീരുവാൻ അന്ന് ഭാഗ്യവാന്മാരും വിശുദ്ധന്മാരുമായിട്ട് കർത്താവെ ഒന്നാം പുനരുത്ഥാനത്തിലുള്ളവര് കർത്താവെ അന്ന് കാണപ്പെടുമ്പോൾ കർത്താവെ ആ കൂട്ടത്തിൽ ഞങ്ങളും അങ്ങയോട് കൂടെ രാജാക്കന്മാരായിട്ട്, പുരോഹിതന്മാരായിട്ട് അങ്ങയോട് കൂടെ വാഴുവാൻ ഞങ്ങളെയും കർത്താവെ അവിടുന്ന് യോഗ്യരായി കാണണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഇന്ന് തന്നെ കർത്താവെ എല്ലാത്തിന്റെ മീതെയും വാഴുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ ആദാമിനെ ഞങ്ങൾ സൃഷ്ടിച്ചപ്പോൾ എല്ലാത്തിന്റെ മീതെ വാഴുക, റൂൾ ഓവർ ദം പറഞ്ഞ് കർത്താവെ അവിടുന്ന് പറഞ്ഞുവല്ലോ. അത് ഞങ്ങൾക്ക് ബൈബിൾ സ്റ്റഡി പറഞ്ഞു പോകാനുള്ള ഒരു ചെറിയ കാര്യങ്ങളായിട്ടല്ല, മറിച്ച് ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ വെള്ളത്തിന്റെ മീതെ നടക്കുന്നവരായിട്ട് കർത്താവെ, യേശു ഈ ലോക വ്യവസ്ഥയ്ക്ക് മീതെ നടന്നതുപോലെ ലോകം തരുന്ന വെള്ളത്തിന്റെ മീതെ കർത്താവെ നടക്കുവാന് കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അതിനായിട്ട് കർത്താവ് അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. ജീവജല നദികൾ ഞങ്ങളുടെ അളവിലാതെ നിറയട്ടെ കർത്താവ്. അതിനായിട്ട് ഞങ്ങളത്തിനെ താഴ്ത്തി ഏൽപ്പിക്കുവാന്, തുടർന്ന് എപ്പോഴും ആ ഒരു താഴ്മയിൽ ഉജ്ജ്വമായിട്ട് അവിടുത്തെ മുമ്പാകെ എപ്പോഴും ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അളവില്ലാതെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ഞങ്ങളെ എല്ലാത്തിനും മീതെ വാഴുന്നവരാക്കി തീർക്കണമേ. അവിടുത്തെ പുനരുദ്ധാനത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കാണുന്ന ഒരു കർത്താവിനെ കാണട്ടെ. നന്ദി കർത്താവേ, നന്ദി. പ്രാർത്ഥന കേട്ടതിനോട്ട് സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.